ബഹുമാനപ്പെട്ട അബൂ സാലിഹ് മൂസ ജംഗീദോസ് റഹ്മത്തുള്ളാഹി അലൈഹി, പ്രിയപ്പെട്ട പിതാവ്, ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത എടുത്തു പറയേണ്ടതാണ്. സയ്യിദ് കുടുംബത്തിൽപ്പെട്ട വ്യക്തി കൂടിയാണ് പിതാവാകുന്ന ബഹുമാനപ്പെട്ട അബൂ സാലിഹ് മൂസ ജംഗീദോസ് റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ പരമ്പര നേരെ ചെന്ന് നിൽക്കുക മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഏറ്റവും പവിത്രമായ, വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഒരു പരമ്പര തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ ഒരു നദിയുടെ തീരത്ത് നിന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അതിശക്തമായ ദാഹവും വിശപ്പുമുണ്ട്. നദിയുടെ തീരത്താണ് വിശ്രമത്തിൽ നിന്ന് എഴുന്നേറ്റത്. നോക്കുമ്പോൾ ഒരു അത്തിപ്പഴം നദിയിലൂടെ ഒഴുകി വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബഹുമാനപ്പെട്ടവർ വേഗം തന്നെ വിശപ്പിന്റെ കാഠിന്യത്താൽ അതെടുത്ത് കഴിച്ചു. കഴിച്ചതിന് ശേഷമാണ് ചിന്തിക്കുന്നത്, ഇതെനിക്ക് നിഷിദ്ധമായതാണോ അതല്ല അനുവദിക്കപ്പെട്ടതാണോ? അമിനൽ ഹലാലി അമിനൽ ഹറാം. ബഹുമാനപ്പെട്ടവരുടെ ചിന്ത അപ്പോഴാണ് വരുന്നത്. പക്ഷെ അപ്പോഴേക്കും വൈകിയിട്ടുണ്ട്, എല്ലാം കഴിച്ചു തീർന്നിട്ടുണ്ട്. നമുക്കറിയാം, ചരിത്രം അറിയാം. ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ഓടുകയാണ്. ആരുടേതാണ് ഈ അത്തിപ്പഴമെന്ന് മനസ്സിലാക്കി അവസാനം മണിക്കൂറുകൾ, കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അദ്ദേഹം ആ നദിയുടെ തീരത്ത് തന്നെ കാണുന്നു ഒരു അത്തിപ്പഴത്തിന്റെ മരം. അത് ചാഞ്ഞു നിൽക്കുന്നു, അതിന്റെ ശിഖരങ്ങൾ ഈ നദിയിലേക്ക്. പാകമായതാകുന്ന അത്തിപ്പഴം അതിൽ നിന്ന് തന്നെയാണ് വെള്ളത്തിൽ വീണ് തന്റെ കൈവശം കിട്ടിയതെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ടവർ അതിന്റെ മുതലാളിയെ അന്വേഷിച്ചു കൊണ്ടുപോയി. ആ തോട്ടത്തിന്റെ മുതലാളി അത് മറ്റാരുമായിരുന്നില്ല, അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സൂഫി പണ്ഡിതനായിരുന്ന, വലിയ ആലിമായിരുന്ന, തഖിയായിരുന്ന വ്യക്തി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ചാരത്തെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തോട്ടത്തിൽ വേണമെങ്കിൽ ഇതിന് പകരമായി ജോലി ചെയ്യാം. ഈ ഒരു അത്തിപ്പഴം കഴിച്ചതിന്റെ വിഷയത്തിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എന്നെ പിടിച്ചു നിർത്തത് എന്ന് പറഞ്ഞപ്പോ സമ്മതം മൂളിയ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു വർഷങ്ങളോളം ആ തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. ചുരുക്കി പറയുന്നു, ബഹുമാനപ്പെട്ടവർ ആ തോട്ടത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്തു. എന്തിന്റെ പേരിലാണെന്ന് ഓർക്കണം, കേവലം ഒരു അത്തിപ്പഴത്തിന്റെ ഹിസാബ് നാളെ ആഖിറത്തിൽ നേരിടേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് അവസാനം വർഷങ്ങളോളം തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉസ്താദും ഷെയ്ഖുമായി അതിനിടയിൽ തന്നെ മാറിയതാകുന്ന അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് അവസാനം പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ അന്ധയാകുന്ന മകളെ നീ വിവാഹം ചെയ്യണം. തോട്ടത്തിന്റെ ഉടമസ്ഥനാകുന്ന അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനോട് പറയാണ്, അബൂ സാലിഹ് മൂസ ജംഗീദോസ് എന്ന് പറയുന്ന യുവാവാകുന്ന ചെറുപ്പക്കാരനോട് പറയുന്നു, അന്ധയും ബധിരയും മൂകയുമായ അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ള എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. പരിപൂർണ സംതൃപ്തിയോടുകൂടി അദ്ദേഹം അത് ഏറ്റെടുത്ത് വിവാഹം കഴിക്കാൻ വേണ്ടി നിലകൊണ്ടു. അങ്ങനെ വിവാഹം നടന്നു. അദ്ദേഹത്തിന്റെ മകൾ, ആ വലിയ സൂഫി വര്യന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ആ മകളുടെ പേരാണ് ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ മഹൽ വനിത.
വിവാഹം കഴിഞ്ഞു ആദ്യ രാത്രിയിലേക്ക് കടന്നു ചെന്ന പുതുമാരനാകുന്ന അബൂ സാലിഹ് മൂസ ജംഗിദോസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മണിയറയിൽ കാണുന്നത് തന്നോട് തന്റെ ഭാര്യയുടെ പിതാവ് പറഞ്ഞ വിശേഷണങ്ങളുള്ള പെണ്ണിനെ അല്ല, മറിച്ച് അവിടെ കാണുന്നത് അതിസുന്ദരിയും കൈകാലുകൾക്ക് സ്വാധീന ശക്തിയുമുള്ളവളുമായ, പരിപൂർണമായി കാഴ്ചശക്തിയുള്ള, കൈകാലുകൾക്ക് സ്വാധീന ശക്തിയുള്ള, നല്ല കേൾവി ശക്തിയുള്ള, നല്ല സംസാര വൈഭവമുള്ള ഒരു പെണ്ണിനെയാണ്. എന്നോട് പറഞ്ഞ വിശേഷണങ്ങൾ ഇതല്ലല്ലോ എന്ന് ഓർത്ത് ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഇത് മറ്റേതോ സ്ത്രീയാണെന്ന് മനസ്സിലാക്കി ചാടി റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഭാര്യാപിതാവാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സോമഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് തന്നെയാണ് എന്റെ മകൾ. ഞാൻ അവൾ അന്ധയാണ്, ബധിരയാണ്, മൂകയാണ് എന്നൊക്കെ പറയാൻ കാരണം ജീവിതത്തിൽ ഇന്ന് വരെ അവൾ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അന്ധയാണ് ഞാൻ പറയാൻ കാരണം, അന്ധതയുള്ളവളാണെന്ന് പറയാൻ കാരണം. കണ്ണുണ്ടായ കാലഘട്ടം മുതൽ പ്രായപൂർത്തിയെത്തിയ തല മുതൽ ജീവിതത്തിൽ ഹറാമ് ദർശിക്കാത്തവളാണ്. കേൾവിശക്തിയില്ല എന്ന് പറയാൻ കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഹറാമ് അവളുടെ കാതുകൊണ്ട് അവൾ കേട്ടിട്ടില്ല. നാവ് കൊണ്ട് ഇന്ന് വരെ ഹറാമ് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നാവിന് സംസാര വൈഭവം നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ പറയാൻ കാരണം. കൈകാലുകൾക്ക് സ്വാധീന ശക്തിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഹറാമായ തലത്തിലേക്ക് കരതലം കൊണ്ടുപോയിട്ടില്ല, കൈ കൊണ്ടുപോയിട്ടില്ല. കാലുകൊണ്ട് ഇന്ന് വരെ ഒരു ഹറാമായ തലത്തിലേക്ക് നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മകളെക്കുറിച്ച് ഈ രീതിയിൽ നിങ്ങളോട് പറഞ്ഞത് എന്ന് വാപ്പയാകുന്ന അക്കാലഘട്ടം കൊണ്ട് ഏറ്റവും വലിയ സൂഫി വര്യനായ അബ്ദുല്ലാഹി സോമഇ റളിയല്ലാഹു അൻഹു പറയാ. അദ്ദേഹത്തിന്റെ അടുക്കൽ അറിവ് പഠിച്ച് ഇൽമുകളെല്ലാം പഠിച്ച നല്ല സ്വാലിഹത്തായ മകളാണത്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രം അവരെ പിൽക്കാലത്ത് വിശേഷിപ്പിച്ചത് ഉമ്മുൽ ഖൈർ ഫാത്തിമ, എല്ലാ നന്മകളും മേളിച്ചതാകുന്ന ഉമ്മയായ ഫാത്തിമ എന്ന മകളാണിത്. സഹോദരങ്ങളെ, വാപ്പയാകുന്ന അബൂ സാലിഹ് എന്ന് പറയുന്ന വ്യക്തി, നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരൻ, അതോടൊപ്പം തന്നെ ഉമ്മയായ മഹദിയാകുന്ന ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വിരിഞ്ഞ കുസുമമാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വാലിഹായ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ മക്കളെ നൽകും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ഇവിടെ വാപ്പയാകുന്ന അബൂ സാലിഹ് മൂസ ജംഗിദോസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വെച്ചിരുന്ന സൂക്ഷ്മത എത്രയാണ്. താൻ കഴിക്കുന്നതായ കേവലം ഒരു അത്തിപ്പഴത്തിൽ പോലും അതിന്റെ ഹിസാബ് നേരിടേണ്ടിമെന്ന് പറയുന്ന വിശന്നപ്പോൾ കഴിച്ചതാണ്. പക്ഷെ എങ്കിലും അതിന്റെ മുതലാളിയെ കണ്ട് പൊരുത്തപ്പെടിയിക്കണമെന്ന് മനസ്സിലാക്കി മുതലാളിയെ അന്വേഷിച്ച് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് തോട്ടത്തിന്റെ ഉടമയെ കണ്ട് വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ സേവനം ചെയ്ത് പൊരുത്തപ്പെടിയിക്കാൻ നിലകൊണ്ട ആ മനസ്സ് ഇന്നത്തെ തലമുറ അറിയാതെ പോകരുത്, പഠിക്കാതെ പോകരുത്. ഇന്ന് ഹറാമ് കൈകളിലേക്ക് കൊണ്ടുവരാൻ വെമ്പൽ കൊള്ളുന്ന കാലഘട്ടം. എവിടുന്നായാലും കുഴപ്പമില്ല, ആരെങ്കിലും കൊന്നിട്ടായാലും കുഴപ്പമില്ല, ഏതെങ്കിലും വിധത്തിലുള്ള മണിച്ചെയിൻ ബിസിനസ് നടത്തിയിട്ടായാലും കുഴപ്പമില്ല, ലോട്ടറി അടിച്ചിട്ടാണെങ്കിലും കൊലപാതകം നടത്തിയിട്ടാണെങ്കിലും പലിശയിലൂടെയാണെങ്കിലും എങ്ങനെയെങ്കിലും ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നേറുന്ന വിഭാഗമായി ഇന്നത്തെ തലമുറ മാറിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി.
ആദരവായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ ഹറാം കഴിച്ചുകൊണ്ട് കഴിഞ്ഞു പോയവരുണ്ടോ? ഹറാമായ ഭക്ഷണം കഴിച്ചതായ സഹോദരനുണ്ടോ? ഹറാമായ കുടിനീര് നുകർന്നതായ സഹോദരിയുണ്ടോ? ഈ ദുനിയാവിൽ ഹറാമായ സമ്പാദ്യവുമായി വീട്ടിലേക്ക് അരി വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് ചോറാക്കി മക്കളെ തീറ്റിക്കുന്നവരുണ്ടോ? മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ ഊട്ടപ്പെട്ടതായ ശരീരം, ഹറാമ കഴിച്ച് വളർന്ന് തടിച്ചു കൊഴുത്തതായ ശരീരം നരകവുമായി ബന്ധപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഈ ദുനിയാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ 60 70 വയസ്സുള്ളതാകുന്ന കാലഘട്ടത്തിൽ എത്ര സഹോദരങ്ങളാണ്, സഹോദരിമാരാണ് ചിന്തിക്കുന്നത് എനിക്ക് ഹലാല് കഴിക്കണം, ഹലാല് ഭുജിക്കണമെന്ന് ചിന്തിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ റബ്ബ ദാഇൻ യദ്ഉ ഇലല്ലാഹ് യാ റബ്ബി യാ റബ്ബി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എത്രയെത്ര ആളുകളാണ് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഖുർആൻ ഓതുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, സ്വലാത്ത് ചൊല്ലുന്നവരാ, അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ വിഷമങ്ങളും സങ്കടങ്ങളും നീ തീർത്തു നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതായ ആളുകളാണ്. റബ്ബ ദാഇൻ യദ്ഉ ഇലല്ലാഹ് ഫയസ്അലു ഇലല്ലാഹി യാ റബ്ബി യാ റബ്ബി. അല്ലാഹുവേ, എന്നെ രക്ഷിതാവ് എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്നതായ ആളുകളില്ലയോ, അവരുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകാത്തതിന്റെ കാരണം അറിയണേ. സ്വഹാബ മത്അമഹു ഹറാം ومشربه حرام وملبسه حرام فأنى يستجاب. എത്രയെത്ര ആളുകളാണ് ഈ ദുനിയാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ അവർ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യം അത് ഹറാമാണ്, ഹറാമാ. അവർ കഴിക്കുന്ന ഭക്ഷണം നിഷിദ്ധമാണ്, ഹറാമായ ഭക്ഷണമാണ്. അവർ കുടിക്കുന്ന കുടിനീരും നിഷിദ്ധമാണ്, അവരുടേതാകുന്ന സമ്പാദ്യവും നിഷിദ്ധമാണ്. വമൽബസഹു ഹറാം, ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ഹറാമായ സമ്പാദ്യം കൊണ്ട് വാങ്ങിയതാണ്. ഫഅന്നാ യുസ്തജാബ്, ഫഅന്നാ യുസ്തജാബ്. എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ദുആഇന് ഇജാബത്ത് കിട്ടും? ചില സഹോദരിമാര് പറയാറുണ്ട്, ഉസ്താദേ, ഞാൻ മുടങ്ങാതെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവളാണ്, ഞാൻ ദിക്ർ ചൊല്ലാറുണ്ട്, സലാത്ത് ചൊല്ലാറുണ്ട്, ഖുർആൻ ഖത്മുകൾ ധാരാളം തീർത്തവളാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, ദിക്റുകളും ഔറാദുകളും ഒക്കെ കൃത്യമായി നടത്തുന്നുണ്ട്, എന്നിട്ടും എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ. ഇങ്ങനെ പരാതിയുടെ പരിഭവത്തിന്റെ കെട്ടുകഥകൾ പറയുന്നവർ പഠിച്ചു വെക്കണേ, എവിടെയോ നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ടാകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഭർത്താവിന്റെ സമ്പാദ്യം ഹലാലാണോ എന്ന് ഒരു വേള ചിന്തിക്കണം. മോശപ്പെട്ട സംവിധാനത്തിലൂടെയാണോ അദ്ദേഹത്തിന്റെ ജീവിതം? ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റമ്മി കളിച്ചിട്ട് അതിലൂടെ കിട്ടിയ വരുമാനമാണോ? ലോട്ടറി അടിച്ചിട്ട് കിട്ടിയ കാശാണോ? ബാങ്കിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണോ? എങ്ങനെയാ നിങ്ങളുടെ ഇൻകം? ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദുആഇന് ഇജാബത്ത് ഉണ്ടാവൂല. എത്ര തലകുത്തി എന്ന് ഇബാദത്തെടുത്താലും ദുആഇന് ഇജാബത്ത് ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മറ്റേത് കൈ ഉയർത്തിയാൽ ഉടനെ അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ഇപ്പൊ ഉത്തരം നൽകാത്തതിന്റെ കാരണം അതാണ്. ശ്രദ്ധിക്കണം നമ്മൾ. അതുകൊണ്ടാണല്ലോ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ, ഉംറയ്ക്ക് വേണ്ടിയൊക്കെ പോകുമ്പോൾ നമ്മുടെ സമ്പാദ്യം തീർത്തും ഹലാലാകണം എന്ന് പറയാൻ കാരണം. 2 മാസം മുമ്പ് ഞാനന്ന് ഉംറയ്ക്ക് പോയിരുന്നു.
അന്ന് 100-500ഓളം ആളുകളുണ്ടായിരുന്നു. അതിലൊരു സഹോദരി വിളിച്ചിട്ട് ചോദിച്ചതാണ്, സ്വർണം പണയം വെച്ചിട്ട് വരാമോ? ഇന്നും ആ മസലകൾ ചോദിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പാടില്ല, നിഷിദ്ധമാണ്. പണയം വെച്ചിട്ട് ആ പൈസയുമായി ഉംറയ്ക്ക് വരാൻ തയ്യാറാകുന്നവർ, ഉംറയാകട്ടെ ഹജ്ജാകട്ടെ, ഒരു അമലും സ്വീകരിക്കൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവസാനം ആ സഹോദരി സ്വർണം വിറ്റിട്ടാണ് വന്നത്. കാരണം ചിലർക്ക് അങ്ങനെയാണ്, അവരുടെ സ്വർണം കയ്യിൽ കിടക്കുന്ന വള അത് വലിയ ഇഷ്ടമാണ്, ആറ്റു നോങ്ങിച്ച് വാങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ പണയം വെച്ചിട്ട് പിന്നീട് തിരിച്ചു വന്നെടുക്കുക എന്നുള്ള ചിന്തയിലാണ്. പക്ഷെ അത് വിശുദ്ധമാണെന്ന് മനസ്സിലാക്കണം, നിഷിദ്ധമാണത്, ഹറാമാണ്, പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ അമല് സ്വീകരിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയും. സമ്പാദ്യം ഹലാലാണ് എങ്കിൽ നമ്മുടെ ഉംറയും നമ്മുടെ ഹജ്ജും ഒക്കെ കബൂലാക്കും, മലക്കുകൾ പറയുമെന്നാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് ഹലാല് സമ്പാദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ പരിശുദ്ധമായ കഅബ കാണണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ ഈ ദുനിയാവിൽ ഹലാല് സമ്പാദിച്ചതായ കൂട്ടുകാരാ, നീ വീട്ടിൽ നിന്ന് 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നമസ്കരിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആകാശലോകത്ത് എന്ന മലക്ക് വിളിച്ചു പറയുകയാണ്, ഹജ്ജുക മഖ്ബൂൽ വഉംറതുക മഖ്ബൂർ സാദുക ഹലാൽ വമത്അമുക ഹലാൽ വമശറബുക ഹലാൽ. വീട്ടിൽ നിന്ന് നാട്ടുകാരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേ തന്നെ മലക്ക് പറയുകയാണ്, ലബ്ബൈക വസഅദൈക്, നിനക്കിതാ 2 ഉത്തരം അല്ലാഹു ചെയ്തിരിക്കുകയാ, നിനക്ക് അല്ലാഹു ഇതാ വിജയം നസീബാക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ സഹോദര, എന്തുകൊണ്ടെന്നറിയുമോ സഹോദരി, സാദുക ഹലാൽ വമത്അമുക ഹലാൽ, നിന്റെ സമ്പാദ്യം ഹലാലാണ്. ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം അത് ഹലാലാണ്, ഹലാലാണ്. നിന്റെ ഭക്ഷണം ഹലാലാണ്, നിന്റെ കുടിനീര് ഹലാലാണ്, നിന്റെ വസ്ത്രം ഹലാലാ. അതുകൊണ്ട് തന്നെ നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുകയാണ്, സ്വീകരിക്കുകയാ. നിന്റെ ഉംറയും അല്ലാഹു കബൂലാക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴേ മലക്ക് വിളിച്ചു പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നേരെ മറിച്ച് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം അത് ഹറാമാണോ നിഷിദ്ധമാണോ? ലോട്ടറിയുടെ പൈസ കിട്ടിയത്, ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയത്, അല്ലെങ്കിൽ മറ്റൊരാൾ നിന്ന് കളവായി നീ അപഹരിച്ചെടുത്തത്, മറ്റൊരാളുടെ സമ്പാദ്യം നീ അധീനപ്പെടുത്തിയത്, അതല്ല സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് വിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി നീ യാത്ര തിരിക്കുന്നത് എങ്കിൽ എത്ര സമ്പാദ്യം നീ അതിനു വേണ്ടി മുടക്കിയാലും അല്ലാഹു സ്വീകരിക്കില്ല, സ്വീകരിക്കില്ല. നാട്ടുകാരെ, കുടുംബക്കാരെ, സമൂഹത്തെ, സമുദായത്തെ എല്ലാവരെയും വീട്ടിൽ വിളിച്ചുകൊണ്ട് നീ വിരുന്നൂട്ടുകയാണ്, ഞാൻ ഹജ്ജിന് വേണ്ടി പോവുകയാണെന്ന് പറയുകയാ. വീട്ടിൽ മൗലിദിന്റെ സദസ്സ് നടത്തി, റാത്തീബിന്റെ സദസ്സ് നടത്തി, ആലിമീങ്ങളോട് പ്രാർത്ഥന കൊണ്ടെല്ലാം യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് നീ കാറിലേക്ക് കയറാൻ നിൽക്കട്ടെ, ആകാശ ലോകത്ത് നിന്ന് മലക്കിതാ വിളിച്ചു പറയുകയാണ്, ലാ ലബ്ബൈക വലാ സഅദൈക്, ലാ ലബ്ബൈക വലാ സഅദൈക്, നിനക്ക് ഉത്തരമില്ല, നിനക്ക് വിജയമില്ല, വിജയമില്ല, നിനക്ക് രക്ഷയില്ല, രക്ഷയില്ല. ഹജ്ജുക മർദൂദ് ലാ മഖ്ബൂൽ, നിന്റെ ഹജ്ജ് അല്ലാഹു തള്ളിയിരിക്കുകയാണ്, നിന്റെ ഹജ്ജ് അല്ലാഹു തള്ളിയിരിക്കുകയാണ്, നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുന്നില്ല. എന്തേ കാരണമെന്നറിയുമോ? സാദുക ഹറാം വമത്അമുക ഹറാം
വമശറബുക ഹറാം. നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം, ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയത്, അന്യന്റെ സ്വത്ത് അപഹരിച്ചതല്ലേ. നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കില്ല, നിന്റെ ഉംറ അല്ലാഹു കബൂലാക്കുകയില്ല. നീ എത്ര വലിയ തറവാടിത്തമുള്ളവളാണെന്ന് പറഞ്ഞാലും, രാമന്തള്ളിയിൽ നിന്ന് വന്നവളാണെന്ന് പറഞ്ഞാലും, ശുഹദാക്കളുടെ ചാരത്ത് നിന്ന് വന്നവളാണെന്ന് പറഞ്ഞാലും, ഹറാമായ സമ്പാദ്യവുമായിട്ടാണ് നീ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത് എങ്കിൽ പോലും നിന്റെ ഹജ്ജ് അല്ലാഹ് വേണ്ടേ വേണ്ട സ്വീകരിക്കില്ല. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേയുള്ളൂ, നീ മക്കത്ത് എത്തിയിട്ടില്ല, തവാഫ് ചെയ്തിട്ടില്ല, നീ മഖാം ഇബ്രാഹിമിന് പിന്നിൽ തവാഫിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ടില്ല, നീ സഫ കണ്ടിട്ടില്ല, മർവ കണ്ടിട്ടില്ല, നീ അറഫ കണ്ടിട്ടില്ല, മിന കണ്ടിട്ടില്ല, മുസ്ദലിഫ ദർശിച്ചിട്ട് പോലുമില്ല. ഈ പുണ്യമായ സ്ഥലങ്ങളിലേക്ക് നീ പുറപ്പെടുമ്പോൾ തന്നെ നിഷിദ്ധമായ സമ്പാദ്യമാണോ? മലക്കുകൾ വിളിച്ചു പറയും, ലാ ലബ്ബൈക വലാ സഅദൈക. നിനക്ക് ഉത്തരമില്ല, നിനക്ക് വിജയമില്ല, നിന്റെ ഉംറയും നിന്റെ ഹജ്ജും അല്ലാഹു സ്വീകരിക്കില്ല. കാരണം നിന്റെ സമ്പാദ്യം ഹറാമാണ്, ഹറാമാണ്. മലക്ക് വിളിച്ചു പറയും, വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം. 1 രൂപ ഒരുമിച്ച് കൂട്ടിയാലും അതെന്തായിരിക്കണം? ഹലാലായ മാർഗത്തിലായിരിക്കണം. പഴയ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കും, പഴയ കാലഘട്ടങ്ങളിൽ ഉമ്മമാര് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അയിമ്മത്തുകൾ രേഖപ്പെടുത്താൻ, ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു, പണ്ട് കാലങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ തന്നെ ഭാര്യമാര് വീടിന്റെ വാതിക്കൽ വന്നിട്ട്, മറ്റാരും ഉണ്ടാവൂല, വിരലുകൾ ഇങ്ങനെ നിരത്തു കുത്തി വെച്ചിട്ട് വിളിച്ചു പറയും. എന്താ പറയുന്നത്? ഇയ്യാകും വകസബൽ ഹറാം, ഇയ്യാകും വകസബൽ ഹറാം, ഫഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലന്നാർ. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ ഭർത്താക്കന്മാരെ, ഹറാമ് സമ്പാദിക്കുന്നതിനെ തൊട്ട് സൂക്ഷ്മത പുലർത്തണേ, പുലർത്തണേ. എത്ര വർഷം വേണമെങ്കിലും ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാ. ഫഇന്നാ നസ്ബിറു അലൽ ജൂഅ്. എത്ര മാസം വേണമെങ്കിലും, എത്ര വർഷം വേണമെങ്കിലും ഹലാല് കൊണ്ടുവരാതെ നിങ്ങൾ ഇരിക്കുമ്പോഴും ഞങ്ങൾ തീർച്ചയായും പട്ടിണി കിടക്കാൻ തയ്യാറാണ്. വലാ നസ്ബിറു അലന്നാർ. ഹറാമ് സമ്പാദിച്ച് നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല, പറ്റൂല. ഹറാമ് സമ്പാദിച്ച് കൊണ്ടുവരരുതേ, കൊണ്ടുവരരുതേ. വലാ നസ്ബിറു അലന്നാർ. നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. എന്താ നരകത്തിന് മേൽ ക്ഷമിക്കല്? നിങ്ങൾ ഹറാമ് സമ്പാദിച്ചു കൊണ്ടുവന്നാൽ അത് കഴിച്ചാൽ ഞങ്ങളുടെ ശരീരം ഹറാമ് കഴിച്ചതായി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മാ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമായ സമ്പാദ്യം കഴിച്ചു വളർന്നവൻ നരകവുമായി ബന്ധപ്പെട്ടവനാണ്. അതുകൊണ്ട് നരകത്തിന്റെ വിറകുള്ളികളായി ഞങ്ങൾ എറിയും. അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല. എത്ര വർഷം വേണമെങ്കിലും നിങ്ങൾ ഗൾഫിൽ പോയിക്കോ. വിസിറ്റിംഗ് വിസ എടുത്തിട്ട് 3 മാസത്തേക്ക് പോകുന്നു, നിങ്ങൾ തിരിച്ചു പിന്നെയും വരികയാണ്, ജോലി റെഡിയായില്ല, വിഷയമില്ല. പക്ഷെ പോയിട്ട് വന്നിട്ട് ഹറാമായ ജോലിയുമായിട്ട് വന്ന് അതിലൂടെ ഒരു സമ്പാദ്യവുമായി വന്നാൽ ഞങ്ങളുടെ ശരീരവും നരകത്തിലേക്ക് എറിയപ്പെടും. അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല. ആരാ പറഞ്ഞത്? മുൻഗാമികളുടെ ഭാര്യമാര് പറഞ്ഞിരുന്നതാ. ഇന്ന് രാമന്തളിയിലുള്ള ഉമ്മമാരിങ്ങനെ പറയോ? ഭാര്യമാര് പറയോ? ആരാ പറയല്? വളരെ വിരളാണ്. എങ്ങനെയെങ്കിലും പൈസ നിങ്ങൾ കൊണ്ടുവരാനാ പറയുന്നത്. അയൽവക്കത്തുള്ള വ്യക്തിയെ കാണിച്ചിട്ട് പറയുന്നതാ, ആ ശുക്കൂറിനെ കണ്ടില്ലേ, അവൻ 3 വർഷമായി ഖത്തറിൽ പോയിട്ട് നിമിഷ നേരം കൊണ്ട് വന്ന് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നാട്ടിലെത്തി. ഇപ്പൊ നല്ല പയ്യന്നൂർ അങ്ങാടിയിൽ ഒരു ഷോപ്പ് തുടങ്ങാൻ. നിങ്ങൾ 30 കൊല്ലമായിട്ട് ഗൾഫിൽ പോയി കിടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 15 കൊല്ലമായിട്ട് ഗൾഫിൽ പോയി കിടക്കുക. നിങ്ങൾ 10 കൊല്ലമായി. എന്താ ഉണ്ടാക്കിയത്? നിങ്ങൾ ഒരു മുറി കട പോയിട്ട് സ്വന്തമായിട്ട് വീട് പോലും വൃത്തിയായിട്ട് വെച്ചിട്ടില്ല. നിങ്ങൾക്കൊരു 10 സെന്റ് ഭൂമിയില്ല.
നിങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്നു, മറ്റൊരു വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നില്ല. നമുക്കൊരു വാഹനം ഇതുവരെ ഇല്ല. അപ്പുറത്തെ വീട്ടിൽ അവർക്കാണ് ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, അപ്പുറത്തെ എത്തിയോസ് ലിവയുണ്ട്, ഇപ്പുറത്തെ അമേസ് ഉണ്ട്, നമുക്കാണ് ഒന്നുമില്ല. ഇതൊക്കെ ഒന്ന് മാറ്റം വരുത്തണ്ടേ എന്ന് ഭർത്താവിനെ നിർബന്ധിക്കാണ് ആര്? ഭാര്യമാർ. ഇന്നത്തെ തലമുറ ഭർത്താവ് ഹലാലായ സമ്പാദ്യവുമായിട്ട് വരുന്നത് അവൾക്ക് പിടിക്കുന്നില്ല. ഇനി ഇതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, അതുപോരാ. ഇനി എങ്ങനെ ഇങ്ങനെ കത്തിക്കുത്തും ബഹളം ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഹറാമായ സമ്പാദ്യം കൊണ്ടുവരണം. അതുകൊണ്ട് എന്താ ഇപ്പോ ഗൾഫിൽ പോകുന്ന എല്ലാവരും അബുദാബിയിലും ദുബൈയിലും ഒക്കെ ഉള്ളവർ ബിഗ് ടിക്കറ്റ് വേണ്ടി മത്സരിക്കാൻ എല്ലാവരും ഷെയർ ചേർന്നിട്ട് 6 പേര് 7 പേര് കൂടി ഷെയർ ചേർന്നിട്ട് എടുക്കാത്ത മക്കളില്ല. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യം ഉൾപ്പെടുത്തും. ലോട്ടറി എടുക്കാൻ, കാരണം അടിച്ചാൽ വലിയ കിട്ടല, കോടികൾ കിട്ടാൻ. ഭാര്യയ്ക്ക് സന്തോഷമായി, കുടുംബത്തിന് സന്തോഷമായി. ഏതെങ്കിലും ഭാര്യമാര് പറയലുണ്ട് ഭർത്താവിനോട്, നിങ്ങൾ ഹലാല് സമ്പാദിച്ചു വിട്ട് വന്നാൽ മതി എന്ന് പറയുന്ന എത്ര ഭാര്യമാരുണ്ട്? എവിടുന്നെങ്കിലും പൈസ കിട്ടിയാൽ മതി. നമുക്കിങ്ങനെ അടിച്ചു പൊളിക്കണം, മാസത്തിൽ പോയി ഫേഷ്യൽ ചെയ്യണം, ഇങ്ങനെ നല്ല റാഹത്തായിട്ട് മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് സന്തോഷമായിട്ട് നടക്കണം, അത്രേ ഉള്ളൂ. എപ്പോൾ പൈസ ചോദിച്ചാലും പൈസ റെഡിയായിട്ട് കിട്ടണം. അത് ഹലാലാണോ ഹറാമാണോ അതൊരു വിഷയമല്ല, അതൊരു ചർച്ച പോലും അല്ല, അത് ചിന്തിക്കുക പോലൊന്നുമില്ല. അല്ല ഇന്നത്തെ തലമുറ. മുൻഗാമികൾ അങ്ങനെയല്ല, നരകത്തെ ഭയപ്പെട്ടിരുന്നു, നരകത്തെ ഭയപ്പെട്ടിരുന്നു. ഇയ്യാകും വകസബൽ ഹറാം ഫഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഞങ്ങൾ നരകത്തിന്റെ മേൽ ശ്രമിക്കാൻ തയ്യാറല്ല. ഈ ദുനിയാവിൽ എത്ര വർഷം വേണമെങ്കിലും പട്ടിണി കിടക്കാം, ഞങ്ങൾ അതിന്മേൽ ശ്രമിക്കാൻ റെഡിയാണ്. ഹറാമ സമ്പാദിച്ചു കൊണ്ടുവരരുതേ ഭർത്താവേ. മുൻഗാമികളുടെ ഭാര്യമാര് പറഞ്ഞതാണ്, അവരുടെ ഓർമ്മപ്പെടുത്തലാണ്, ചിന്തയാണ്. നമ്മുടെ തലമുറയ്ക്ക് അത് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ചിന്തിക്കുക. അപ്പൊ ഹലാലായ സമ്പാദ്യം നമ്മുടെ കൈവശം ഉണ്ടാവണം, അതാണ് ഏറ്റവും അനിവാര്യം. എങ്കിലേ നമ്മൾ നന്നാവുള്ളൂ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂ, നമ്മുടെ നിസ്കാരമൊക്കെ റാഹത്തായ നിലയിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. ആ ബക്കറ്റ് ഒന്നും ഉണ്ടോന്നല്ലോ, ബക്കറ്റ് വരുമില്ലേ? അള്ളാഹു നമ്മുടെ സദക്ക സ്വീകരിക്കട്ടെ. കുറേ പേരൊക്കെ വന്നിട്ടില്ല ഇന്ന്. ഫുട്ബോൾ കളി തുടങ്ങിയോണ്ട് ഇനിയിപ്പോൾ ആരും കിട്ടൂല. ഇനി ഒരു 1.5 മാസത്തേക്ക് വന്ന് പറയാതിരിക്കല നല്ലത്. കാരണം എന്താ, കേൾക്കാൻ ആൾ വേണ്ട. എല്ലാവരും കളി കാണാൻ പോവാണ് അല്ലേ? ആചാര്യ പോകുന്നില്ലേ? കളി കാണണ്ടേ? ഫുട്ബോൾ കളി കാണാൻ പോകുന്നുണ്ട്. ആരോട് ചോദിച്ചാലും ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒന്നിൻ്റെ ഫാൻസ് ആയിരിക്കും അല്ലേ? മൈക്ക് ഓപ്പറേറ്ററോട് ഇപ്പോൾ ചോദിക്കുകയാണ്, നീ ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ പറയും, ഒന്നില്ലേ അർജന്റീന, അല്ലേ പോർച്ചുഗൽ, അല്ലെങ്കിൽ ബ്രസീൽ, 3-4-1 ലൈവ് ചെയ്യുന്ന വ്യക്തിയോട് ചോദിച്ചാലും പറയും. പറയത്തില്ലേ? ആരും ഇല്ലേ? അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ. അപ്പം ആസിച്ചിരുന്നു കുറച്ച് ബാസ് ശബ്ദമായി. അള്ളാഹു നമ്മുടെ സദക്ക സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് കൊടുക്കും. അള്ളാഹു നമ്മുടെ സദക്ക കബൂലാക്കുമാറാവട്ടെ. ഒരു സലാത്തിലേക്ക് എല്ലാവരും അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു. ചെല്ല് ഉറക്കെ ചെല്ല്. അല്ലാഹ്, ഇതിപ്പോ അപ്പുറത്തെ പള്ളിക്കാട്ടി കിടക്കുന്നവർ നിങ്ങളും സംഭവമാണല്ലോ. ചെല്ലിക്ക് വന്ന് അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു.
മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ കബൂലാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഇവിടെ ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കുക. കുറച്ചേരോടെ പ്രസംഗിക്കാമല്ലോ. തങ്ങളെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമാണ് നമ്മുടെ ഖത്തീബ് ഉസ്താദ്. പെട്ടെന്ന് പ്രസംഗിച്ചു മനസ്സിലായി വന്നിരുന്ന് തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് തിരിഞ്ഞത്. എല്ലാ വർഷവും ഡേറ്റ് കൊടുക്കാനുള്ളൊരു സ്ഥലമാണ് കിഴക്കോത്ത് മക്കാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുനിരാകുന്ന ഷെയ്ഖുന അടക്കം പോയി സിയാറത്ത് ചെയ്യാറുള്ള മക്കാമാണ് കിഴക്കോത്ത് മക്കാം. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ്. അൽഹംദുലില്ലാഹ് തങ്ങൾ സയ്യിദലവി തങ്ങൾ വർഷങ്ങളായിട്ട് അവിടെയായിരുന്നു സേവനം ചെയ്തത്. ഏകദേശം ഒരു 10 വർഷമായിട്ട് പരിചയമുള്ള ആളാണ് തങ്ങൾ. വർഷങ്ങളോളം ആ പള്ളിയിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ നമ്മുടെ മഹല്ലിൽ 3 മാസമായിട്ട് സേവനം വന്ന് ചേർന്നു എന്നറിഞ്ഞു. അള്ളാഹു കബൂലാക്കട്ടെ. രാമന്തളി എന്ന് പറഞ്ഞാൽ തന്നെ തങ്ങന്മാർ ഏരിയയാണ്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് ഇവിടേക്ക് തന്നെ വന്നണഞ്ഞു. അള്ളാഹു കബൂലാക്കട്ടെ. ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തങ്ങൾക്ക് ശാരീരികമായ സിഹത്ത് നസീബാക്കുമാറാവട്ടെ. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ, ഒരുപാട് നീട്ടൂല, വേഗം തന്നെ ചുരുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വാപ്പയും ഉമ്മയും രണ്ടുപേരും സ്വാലിഹീങ്ങളായ വ്യക്തികളാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, അതുപോലെ തന്നെ വാപ്പ. വാപ്പാടെ സലാഹിയത്താണ് നേരത്തെ സൂചിപ്പിച്ചത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹലാലല്ലാത്തത് കഴിക്കാതെ സൂക്ഷ്മത വെച്ച മഹാൻ. അതിലൂടെ കിട്ടിയ നേട്ടം എന്താ? ഏറ്റവും നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റി. ജീവിതത്തിൽ ഹറാമ് കാണാത്ത, ഹറാമ് കേൾക്കാത്ത, കൈകാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടക്കാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, എത്ര വലിയ സൗഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. കേട്ടില്ല നിങ്ങള്? കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്നതായ സംഭവം. ഒരു പെണ്ണിനെ, കാസർഗോഡുള്ള ഒരു പെണ്ണിനെ 3 ചെറുപ്പക്കാര് ചേർന്ന് ബലാത്സംഗം ചെയ്തു വണ്ടിക്കകത്ത്. ഇന്ന് ആ കുട്ടി പറയുന്ന ഒരു മീഡിയയോട് പറയുന്നതാകുന്ന ഒരു വർത്തമാനം ഞാൻ കേൾക്കേണ്ടായി വരുന്ന വഴിവൽ. തന്നെ കൊണ്ടുപോയത് ഒരു പെൺകുട്ടി തന്നെയാണ്, കൂട്ടുകാരിയാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. ആ കൂട്ടുകാരിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് DJ പാർട്ടിയിൽ ബാർ ഹോട്ടലിൽ പങ്കെടുക്കാൻ പോയതാണ്. നൃത്തരങ്ങുകളുള്ള ഹോട്ടലിലേക്ക് പോയി നല്ലതുപോലെ ബിയർ കഴിച്ചു. ആ ബിയറിനുള്ളിൽ എന്തോ ഒരു സാധനം എനിക്ക് കലക്കി തന്നിട്ടുണ്ട്. MDMA ആകാം, LSD ആകാം, മറ്റേതെങ്കിലും മയക്കുമരുന്നിൻ്റെ പൊടികളാകാം, ഏതുമായിക്കോട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിപ്പിക്കുകയും കുട്ടികളെ കരവലയത്തിൽ ഒതുക്കാൻ പറ്റുകയും ചെയ്യുന്നത് MDMA ആണ്. അത് കഴിച്ചാൽ പിന്നെ മണിക്കൂറുകളോളം അതിൻ്റെ എഫക്റ്റ് നിൽക്കും, അറിയില്ല. 16 മണിക്കൂർ വരെ നിർത്താതെ നൃത്തം ചവിട്ടുവന്നാണ്. 16 മണിക്കൂർ വരെ നിർത്താതെ നൃത്തം ചെയ്യും അതിൻ്റെ രസം കയറിക്കഴിഞ്ഞാൽ. എന്നാ പിന്നെ എൻ്റെ മകൾക്ക് എന്നാ പിന്നെ നൃത്തം പഠിപ്പിക്കാതെന്ന് കുടിക്കായിരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കാൻ നിൽക്കണ്ട. ഇത് മയക്കുമരുന്നാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അങ്ങനെ എന്തോ ഒരു സാധനമായി കുടിച്ചിട്ടുണ്ട്, ബിയർ. അത് കുടിച്ചതിന് ശേഷം ആ പെൺകുട്ടിക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. പിന്നെ അവൾക്ക് തന്നെ അറിയില്ല, നടക്കുന്നുണ്ട്, പോയി ഇരിക്കുന്നുണ്ട്, അവസാനം വാഹനത്തിൽ കയറുന്നുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ തന്നെ കൊണ്ടുവന്ന പെൺകുട്ടി മാറി നിന്ന് കൂടെ ഒരു 3 ചെറുപ്പക്കാരകത്ത് കയറി തന്നെ മാനഭംഗപ്പെടുത്തി ബലാത്കാരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് ആ പെണ്ണ് പറയുന്നത്. കാരണം കൈകാലുകൾക്ക് സ്വാധീനമില്ല. പെണ്ണെടുത്തുകാരിയാണ്, കാസർഗോഡുകാരിയാണ്. ഏത് മതത്തിൽപ്പെട്ടതായിക്കോട്ടെ, പക്ഷെ ഒരു പെണ്ണല്ലേ. ചിന്തിക്കണം, നമ്മൾ എവിടെയാണ് ലോകമെത്തിത്തിരിക്കുന്നത്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അവളുടെ ബോധം വന്നപ്പോഴത്തേക്കും ആവശ്യമാകുന്ന ഒരു പെണ്ണിന് ആവശ്യമാകുന്ന ഏറ്റവും വലിയ കന്യകത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട്.
അവള് പിന്നീട് മറ്റൊരു കൂട്ടുകാരിയുടെ സഹായം തേടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തത്. ചിന്തിക്കണം. അവ 3 ആൺകുട്ടികളും ഒരു പെണ്ണും പ്രതിയാണ്. ഏതാണ് ആ പെണ്ണ്? തൻ്റെ ചങ്ക് ബ്രോയായി തന്നോടൊപ്പം നിലകൊണ്ട പെണ്ണ് തന്നെ ചതിച്ചു. ഇതാണ് ലോകം. എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല. മീഡിയയോട് അവൾ പറയാൻ, ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല, പക്ഷെ അവൾ ചെയ്തു. അപ്പോൾ മനസ്സിലാക്കണം, ആ പെൺകുട്ടിയും ഇവർക്ക് അഡിക്റ്റായിരുന്നു. ഇത്തരത്തിലുള്ള ലഹരിക്ക് അഡിക്റ്റായി നഷ്ടപ്പെടേണ്ടതാകുന്ന എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ലോകം എവിടെയാണ് എത്തിയിരിക്കുന്നത്? എന്നാൽ ശാരീരികമായ ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം. റസൂലുള്ളാഹി പറഞ്ഞില്ലയോ, അൽ ഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളറു. കേവലം ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം. പലരും അങ്ങനെയാണ് കരുതുന്നത്. പുരുഷനും സ്ത്രീയും ശാരീരികമാകുന്ന ബന്ധപ്പെടലിലാണ് വ്യഭിചാരമെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ലൈംഗികമാകുന്ന വീഴ്ച മാത്രമല്ല വ്യഭിചാരം. വിശുദ്ധമായ ഇസ്ലാമിൽ ആദരവായ പ്രവാചകനെ പറയുകയാണ്, അൽ ഐനാനി തസ്നിയാൻ, 2 കണ്ണുകൾക്ക് വിചാരമുണ്ട്. സാബ ഫസിനാഹുമാ അന്നളറു. 2 കണ്ണുകളുടെ വിചാരം ഹറാമായ തലത്തിലേക്കുള്ള നോട്ടമാണ്. അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവങ്ങളിലേക്ക്, അവരുടെ അംഗലാവണ്യത്തിലേക്ക് നിന്റെ കണ്ണ് പായുന്നുണ്ടോ? കണ്ണിന്റെ നോട്ടമുണ്ടോ? മോശപ്പെട്ട പോസ്റ്ററുകൾ കാണുമ്പോ, മോശപ്പെട്ടതാകുന്ന ഫോട്ടോകൾ ദർശിക്കപ്പെടുമ്പോ, വാട്സാപ്പിലൂടെ കൂട്ടുകാരെ കൈമാറ്റം ചെയ്ത് നൽകപ്പെടുമ്പോ, ഫേസ്ബുക്കിലും വാട്സാപ്പിലും മറ്റുമൊക്കെ അശ്ലീലതകൾ കാണുമ്പോ, ഈ അശ്ലീലമാക്കപ്പെട്ട ചിത്രങ്ങളിലേക്ക് നിന്റെ കണ്ണുകൾ മലീമസമായി പോകുന്നുണ്ടോ? അത് കണ്ണുകളുടെ വ്യഭിചാരമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ സഹോദര സഹോദരി. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്, എത്രയെത്ര ആളുകളാണ് ഇത്തരത്തിലുള്ള ഹറാമായ തലത്തിലേക്ക് ഇന്ന് ബന്ധം വെച്ചുകൊണ്ട് നിലകൊള്ളുന്നത്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വൽ ഉദനാനി തസ്നിയാൻ, 2 കാതുകൾക്ക് വ്യഭിചാരമുണ്ട്. സാബ 2 കാതുകളുടെ വ്യഭിചാരം. ഫസിനാഹുമാ അസ്സമഉ, ഹറാമായ കേൾവിയാണ്. പാതിരാത്രി സമയത്ത് കാമുകന്റെ കൊച്ചു വർത്തമാനം കേട്ടുകൊണ്ട് ഉറക്കപ്പായിലേക്ക് കടന്നുകൊണ്ട് വർത്തമാനങ്ങൾ കേട്ട് നേരം വെളുക്കുന്നത് വരെ നിർനിദ്രയായി നിലകൊള്ളുന്ന ചെറുപ്പക്കാരാ സഹോദരി, നീ നടത്തുന്ന ഈ പ്രവണതയില്ലയോ? അന്യന്റെ ഭാഷണം കേട്ടുകൊണ്ട് സായുജ്യമണിയുന്നില്ലയോ? തൊട്ടപ്പുറത്ത് വാപ്പ കിടപ്പുണ്ട്, ഉമ്മ കിടപ്പുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടൊരു പുതപ്പിന്റെ കീഴിൽ നേരം വെളുക്കുന്നത് വരെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന പെണ്ണെ, നിന്റെ കാതിന്റെ വിചാരമാണതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകനെ പറയുകയാണ്, നാവിന് വിചാരമുണ്ട്. സാബ ഫസിനാഹാ അൽ കലാം, ഹറാമായ ഭാഷണം, ഹറാമായ ഇക്കിളിപ്പെടുത്തുന്ന ഭാഷണങ്ങൾ അന്യ പെണ്ണുമായി നടത്തുന്ന ചെറുപ്പക്കാരില്ലയോ? അന്യ പുരുഷരുമായി രാമ്പലുകൾ വ്യത്യാസമില്ലാതെ പ്രവാസ ലോകത്തുള്ളതാകുന്ന ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് നാട്ടിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് രാവിലെ തന്നെ ജോലിക്ക് പോകുമ്പോ ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ള കാമുകന്മാരുമായി ഭാഷണം നടത്തുന്നതായ സഹോദരിമാരെ സഹോദരിമാരെ, നാവിന്റെ വിചാരമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രയെത്ര കമിതാക്കളാണ് ഇന്ന് ഈ ലോകത്ത് പൊട്ടിവിടർന്നിട്ടുള്ളത്. കോളേജ് കുമാരന്മാരും കോളേജിലേക്ക് പോകുന്ന, കലാലയത്തിലേക്ക് പോകുന്ന സഹോദരിമാരടക്കം പ്രണയ ജോഡികളായി മാറാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തന്റെ മാതാപിതാക്കൾ കൊടുക്കുന്ന സ്നേഹം അവർ തള്ളിക്കളയുകയാണ്. അവസാന പ്രണയ ജോഡികളായി സ്വന്തം മാതാവിനെയും പിതാ
പിതാവിനെ പ്രതിക്കൂട്ടിലാക്കി കോടതി മുറിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജഡ്ജിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പരസ്യമായി കുടുംബ കോടതിയിൽ 18 വയസ്സുള്ളതാകുന്ന രാമന്തളിയിലുള്ള മകള് വിളിച്ചു പറയുകയാണ്, എനിക്ക് എന്റെ വാപ്പയും ഉമ്മയും സ്നേഹം നൽകിയിട്ടില്ല. ഇന്നലെ കണ്ട കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറം തേടിക്കൊണ്ട് അവനോടൊപ്പം യാത്ര തുടരുകയാണ്. എത്ര വലിയ വിരോധാഭാസമാണ് പെണ്ണെ നീ നടത്തുന്നത്. മാതാപിതാക്കൾ നിന്നെ സ്നേഹിച്ചിട്ടില്ലെന്നോ? നഊദു ബില്ലാഹ്. ഇന്നലെ കണ്ട കാമുകൻ നിന്നെ സ്നേഹിച്ചത് നീ 18 വയസ്സ് എത്തിയപ്പോഴാണ്, അല്ല 15 വയസ്സ് എത്തിയപ്പോഴാണ്. നീ വെളുപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്, നിന്റെ ശരീരത്തിന്റെ ഘടന മനസ്സിലാക്കിയിട്ടാണ്. എന്നാൽ വാപ്പയും ഉമ്മയും നിന്നെ സ്നേഹിച്ചത് ആ ഉമ്മയുടെ ഉദരത്തിൽ 9 മാസം ഗർഭം ചുമക്കുന്ന കാലയളവിലാണ്. നിന്റെ രൂപം കണ്ടിട്ടല്ല, നീ വെളുത്തതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല, നീ കറുത്തതാണെന്ന് തിരിച്ചറിവില്ല, നീ പൊക്കമുള്ളവളാകുമോ എന്ന് വാപ്പയ്ക്കറിയില്ല, നീ ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാത്ത ഘട്ടമാണ്. 9 മാസവും 10 ദിവസവും ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉദരത്തിൽ നീ കടക്കുമ്പോ നിനക്ക് സ്നേഹം നൽകിയത് ലോകത്ത് ഒരേ ഒരു വ്യക്തി, അത് മാതാവാണ്, പിതാവാണ്. നിന്റെ രൂപം കണ്ടിട്ടല്ല, നീ വെളുത്തതാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല, നീ വെളുക്കുമോ എന്നുള്ള ചിന്ത വെച്ചിട്ടല്ല, നീ കറുത്തതാണോ എന്ന് ചിന്തിച്ചിട്ടുമല്ല, എന്റെ പൊന്നുമോളാണ്, എന്റെ പൊന്നുമോളാണെന്ന് പറഞ്ഞ് ജീവന് തുല്യം സ്നേഹിച്ച മാതാവ്, ആ മാതാവിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയിട്ട് അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് കിടക്ക വിരിക്കാൻ രാമന്തള്ളി ശുഹദാമക്കാമിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും സഹോദരിമാര് തയ്യാറാകുന്നുണ്ട് എങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി ആഖിറത്തിൽ അദാബാണ്, അദാബാണ്. ഈ ദുനിയാവിൽ തന്നെ കടുത്ത ശിക്ഷയാണ്. കാരണം വാപ്പയും അമ്മയും നൽകിയ സ്നേഹത്തിന് പകരം വെക്കാൻ പറ്റൂല. ഏത് പാതിരാത്രി സമയമായാലും വീട്ടിനുള്ളിലേക്ക് കടന്നു വന്ന് തന്റെ പ്രിയപ്പെട്ടതാകുന്ന പൊന്നുമക്കൾ ഉറങ്ങിയോ എന്ന് ചോദിച്ച് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുത്ത പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട ഉപ്പ തന്റെ പൊന്നുമോൾ ഉറങ്ങിക്കിടക്കുന്ന തൊട്ടിൽ നിന്ന് താരാട്ടുപാടി അവളെ എടുത്തു വെച്ചുകൊണ്ട് തോളത്തേക്ക് എടുത്തു വെച്ച് ചുംബനം കൊടുക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ സ്നേഹമറിയാതെ പോകരുതേ പൊന്നുമോളെ. അന്യ പെണ്ണുമായി അന്യ ചെറുപ്പക്കാരുമായി മരം ചുറ്റി പ്രേമങ്ങൾ നടത്തുന്ന കലാലയമാണ് ഇന്നിന്റെ വിദ്യാഭ്യാസ ലോകമെന്ന് മനസ്സിലാക്കണേ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, കാതുകൾക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, ഹറാമായ ഭാഷണം കേൾക്കലാണ്, ഹറാമായ ഭാഷണം കേൾക്കലാണ് നാവിന്റെ വിചാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കേട്ടുകൊണ്ടിരിക്കൽ കാതിന്റെ വിചാരമാണ്, മോശമായ സംസാരം നടത്തൽ അത് നാവിന്റെ വിചാരമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം മനസ്സിലാക്കിയതുപോലെ ലൈംഗിക ചേഷ്ട മാത്രമല്ല വ്യഭിചാരം, എല്ലാ അവയവങ്ങൾക്കുമുണ്ട്. ഇന്നത്തെ തലമുറ അതറിയണം. ഇന്ന് കോളേജുകളിലൊക്കെ, ചില കോളേജുകളിലേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ മതിലിന്മേൽ തന്നെ ചിത്രം കൊടുത്തിരിക്കുകയാണ്. ആണും പെണ്ണും കെട്ടിപ്പണഞ്ഞ് നിൽക്കുന്ന ചിത്രം വരച്ചു വെച്ചിരിക്കുകയാണ്. പോസ്റ്ററാണ്. കലാലയ രാഷ്ട്രീയം കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് ദുർബോധനമാണ്. എന്നിട്ട് കൊടുക്കുന്നത് അടിയിൽ എഴുതി കൊടുക്കാൻ, വസ്ത്രം ധരിക്കാതെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ സ്ത്രീ പുരുഷന്റെ ചിത്രം കാണിച്ചിട്ട് അടിയിൽ എഴുതുകയാണ് എന്ത്? മതത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാം, സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് പറന്നുല്ലസിക്കാം. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഖുർആനും ഹദീസും വെച്ച് പറയുന്ന വാളുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ, പരിശുദ്ധമായ ഹദീസിനെ, ഉലമാക്കളുടേതാകുന്ന അക്വാലുകളെ, കൗലുകളെയൊക്കെ തള്ളിക്കളയാ. നമുക്കിനി മനോഹരമായ ജീവിതം നയിക്കാം, സ്വതന്ത്രമായി പറന്നുല്ലസിക്കാം. എങ്ങനെ പറന്നുല്ലസിക്കേണ്ടത്? അതിന്റെ രംഗാണ് മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രം. ഒരന്യ പുരുഷനും പെണ്ണും പരസ്പരം കെട്ടിപ്പിണഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇതാണ് ലോകം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയിൻ, ആമീൻ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അവിടുന്നൊക്കെ പോയി കണ്ടില്ലേ, കോഴിക്കോട് 2 സഹോദരിമാരുടെ ജീവിതം. ആദില, നൂറ എന്ന് പറയുന്നതാകുന്ന 2 സഹോദരിമാർ.
+1 തലത്തിൽ പരസ്പരം ജോഡികളായതാണ് പരസ്പരം പ്രണയ ജോഡികളായി ലെസ്ബിനികളായി സമൂഹത്തിൽ നിലകൊള്ളുന്നു. എന്താണ് ലെസ്ബിയൻ, എന്താണ് ഗേ, എന്താണ് ബൈസെക്ഷൽ? ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ടതാണ്. LGBTQ ലോകത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. LGBT എന്താണത്? ന്യൂനപക്ഷ ലൈംഗിക തൊഴിലാളികൾ. L എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ലെസ്ബിയൻ. പെണ്ണുമായി തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് പരസ്പരം പ്രണയ ജോഡികളായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലോകം. പറഞ്ഞ സ്കൂളിലേക്ക് പഠിക്കാൻ വിട്ടതാണ് മക്കളെ, നന്നാകാൻ വിട്ടതാണ് വാപ്പ, പഠിച്ച് വളരാൻ വേണ്ടി വിട്ടതാണ് ഉമ്മ. ആ കോളേജ് മുറ്റത്ത് പോയിട്ട് അവിടെയുള്ള സ്ത്രീകളുമായി പരസ്പരം ബന്ധപ്പെട്ട് ഹോസ്റ്റൽ റൂമുകൾ വെച്ച് ശാരീരികമായി ബന്ധപ്പെട്ട് അവസാനം ഇഴവരിയാനാവാത്ത വിധം പരസ്പരം ബന്ധമായി പ്രണയ ജോഡികളായി ഞങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് സഹോദരിമാർ തന്നെ തീരുമാനമെടുക്കാൻ. പുരുഷനും സ്ത്രീയല്ല, അവിടെയായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇന്നത് മാറി സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് വിവാഹം കഴിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നടന്നില്ലേ? ഇപ്പോ എത്രയാ നടക്കുന്നത് കേരളത്തിൽ? ദൈനംദിനം ഇഷ്ടംപോലെ നടക്കാൻ. സുപ്രീം കോടതിയുടെ വിധിയായിരുന്നത് ഇതിനു മുമ്പ് ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ടാൽ 10 വർഷം കഠിനമായ തടവായിരുന്നു മുമ്പ്. ഇന്ത്യയുടെ ശിക്ഷാ നിയമം ക്രിമിനൽ കുറ്റമായിരുന്നു, എന്നതൊക്കെ പോയി. ആ സെക്ഷനൊക്കെ എടുത്തു കളഞ്ഞ് അല്ലെ തന്നെ എല്ലാ സെക്ഷനുകളും മാറ്റി അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഭരണകൂടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്നതെല്ലാം മാറി ഇന്ന് വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ സ്ത്രീയെ തന്നെ വിവാഹം കഴിച്ചാൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഗവൺമെന്റായി ഇന്നത്തെ ഗവൺമെന്റ് മാറി എന്നുള്ളതാണ്. സുപ്രീം കോടതി അനുവാദം കൊടുത്തു, അങ്ങനെ വിവാഹം കഴിച്ചോ കുഴപ്പമില്ല. പുരുഷനെ വിവാഹം കഴിക്കാം, സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ആ സമയത്ത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആദില നൂറ എന്ന് പറയുന്നതാകുന്ന ദമ്പതിമാരുടെ പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കൾ അതിശക്തമായി കരയുകയും പ്രയാസപ്പെടുകയും അവർ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയും ചെയ്തിട്ട് അവസാനം ഹൈക്കോടതി വരെ അവരുടെ കേസ് തള്ളി. ഇല്ല, ഈ പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് പറയാൻ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ എന്ന് പറയാൻ 18 വയസ്സുള്ളതാകുന്ന സഹോദരിമാർ അവർ ഈ രീതിയിൽ തീരുമാനം എടുക്കാൻ. ഇവരെ ഇതുവരെ പഠിപ്പിച്ച് വളർത്തിയതാകുന്ന മാതാപിതാക്കൾക്ക് റോളില്ല ആ ഒരു കാലഘട്ടം. മക്കള് പറയുന്നത് എന്താ? വാപ്പയും ഉമ്മയും സ്നേഹം നൽകിയില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, വാപ്പയും ഉമ്മയും നിന്നെ സ്നേഹിച്ചത് ഉമ്മയുടെ ഉദരത്തിൽ 9 മാസം കടക്കുന്ന കാലയളവ് മുതൽ തുടങ്ങിയ സ്നേഹമാണ്. അല്ല, അതിനേക്കാൾ മുമ്പ് ഉമ്മ ഗർഭം ധരിച്ചു എന്ന സമയം മുതലൊക്കെ തുടങ്ങിയ വാപ്പയുടെ സ്നേഹമാണ്. ആ ഉമ്മയെ കെയർ ചെയ്തത്, ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, വേണ്ടുന്ന പ്രോട്ടീനുകളെല്ലാം കൊടുത്തത്. 9 മാസം 10 ദിവസം ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ കടക്കുമ്പോ നിന്റെ കളറ് കണ്ടിട്ടല്ല അവർ നിന്നെ സ്നേഹിച്ചത്. നീ വെളുത്തതാണെന്ന് നോക്കിയിട്ടല്ല നിന്നെ സ്നേഹിച്ചത്, ആണോ? അല്ല. നീ കറുത്തതാണെന്ന് നോക്കിയിട്ടാണോ സ്നേഹിച്ചതല്ല. നീ വലിയ പൊക്കമുള്ളവനാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദഗ്ധനാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണോ? അതൊന്നുമല്ല. ഇതൊന്നും കാണാതെ തന്നെ നിന്നെ സ്നേഹിച്ച മാതാപിതാക്കൾ, അവരാണ് യഥാർത്ഥ സ്നേഹം നിനക്ക് നൽകിയത്. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് കോടതി മുറിയിൽ വെച്ച് പച്ചയ്ക്ക് പറയാൻ, ഇന്നലെ കണ്ടതാകുന്ന കാമുകൻ നിന്റെ ശരീരത്തിന്റെ വെളുപ്പ് കണ്ടുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടവൻ. അതിന് ഏറ്റവും വലിയ തെളിവെന്താ? വിവാഹം കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ആദ്യ രാത്രിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. 3-ന്റെ അന്ന് അടിച്ച് പിരിയും, തല്ലിക്കൊന്ന് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ എറിയും. ഇവര് കാര്യം നടന്നാൽ മതി. നിന്റെ സൗന്ദര്യത്തെയാണ് ഇഷ്ടപ്പെട്ടത്, നിന്റെ ശരീരത്തെയാണ് മോഹിച്ചത്. 4 പ്രസവിച്ച സഹോദരിമാര് വരെ, മുസ്ലിം സഹോദരിമാര് വരെ, അന്യമതത്തിൽപ്പെട്ടവര് മുസ്ലിമിൽപ്പെട്ട തന്നെ അവൾ കന്യമാകുന്ന ചെറുപ്പക്കാരുമായി ഒളിച്ചോടാൻ വേണ്ടി തയ്യാറാകുന്ന ഈ കാലഘട്ടത്തിൽ പഠിക്കണം നമ്മൾ. എവിടെയാണ് നമ്മുടെ ലോകമെത്തിയിരിക്കുന്നത്? പഠിക്കണം. സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ലോകം, ഗേകൾ അധികരിക്കുന്ന ലോകം. LGBT എന്ന് പറയുന്നതിന്റെ G എന്നതിന്റെ ഫുൾ ഫോം ആണ് ഗേ. ധാരാളം ഗേകൾ അധികരിക്കാണ്. ഗേ എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പരസ്പരം സായുജ്യം അണിഞ്ഞ് വിവാഹം കഴിക്കുന്നവർ. മൂന്നാമത്തത് B ആണ്, ബൈസെക്ഷൽ. പുരുഷനോടുമുണ്ട് അവർക്ക് കണക്ഷൻ, സ്ത്രീകളോടുമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, 50 കഴിഞ്ഞ കാക്കാൻ 4 വൈകിട്ട് കുണ്ടന്മാരെ നോക്കി നടക്കും ടോർച്ചും തെളിച്ച്. ബൈസെക്ഷലാണ്. പുരുഷന്മാരോടും ഉണ്ട് താല്പര്യം, ആരോടുമുണ്ട്? സ്ത്രീകളോടുമുള്ള താല്പര്യം. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഇവരെ ചികിത്സിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. പക്ഷെ ഇവരിന്ന് ലോകത്ത് അത്യുന്നതയിലേക്ക് എത്തുകയാണ്. അത്തരത്തിലുള്ളതാകുന്ന വിദ്യാഭ്യാസം
അതിനൊക്കെ താല്പര്യം കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് അടുത്ത വർഷം പാഠ്യപദ്ധതിയിൽ, കരിക്കുലം പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പാഠ്യപദ്ധതിയുടെ വിഷയത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു അലം. ശ്രദ്ധിച്ചവരുണ്ട്? പുരുഷന്മാരിൽ എത്ര പേര് ശ്രദ്ധിച്ചൊന്ന് കയ്യുറത്തിക്കാൻ. ശ്രദ്ധിച്ചവർ 6 പേര് ശ്രദ്ധിച്ചു. വലിയ കിട്ടലായി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കാത്തവരാണ് ഈ പറയുന്നത്. അടുത്ത വർഷം നമ്മുടെയൊക്കെതാകുന്ന വിദ്യാർത്ഥികളുടെ പഠിപ്പിക്കുന്നതാകുന്ന സ്കൂളിൽ സംസ്ഥാന സർക്കാർ അധ്യാപകർക്ക് കൊടുക്കുന്ന പാഠ്യപദ്ധതിയുടെ പുതിയ പരിഷ്കരണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്താ ചർച്ച? സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ആദരണീയരായ പണ്ഡിതന്മാരടക്കം ആ വിഷയത്തിൽ ആധികാരികമായി ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തുന്നുണ്ട്. എന്താ വിഷയം? ഇതാണ് വിഷയം. കുട്ടികളെ പ്രണയചൂടികളാക്കാൻ വേണ്ടി മത്സരിപ്പിക്കുക, കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ളതാകുന്ന അവസരം കൊടുക്കുക. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വാതന്ത്ര്യം? മതത്തിന്റെ ചങ്ങലകളൊക്കെ പൊട്ടിച്ച്, മതത്തിന്റെ ചിഹ്നങ്ങളെല്ലാം മാറ്റിവെച്ച് സ്വതന്ത്രമായി അവർ തീരുമാനിക്കട്ടെ, ആണായി ജീവിക്കണോ പെണ്ണായി ജീവിക്കണോ, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നത് എന്താ? കുട്ടി ആണാണോ പെണ്ണാണോ എന്നാണ്. ആണോ അല്ലയോ? എന്നാ ഇനി അങ്ങനെയല്ല, ഇനി അങ്ങനെ ചോദിക്കാൻ പാടില്ല. കുട്ടി ആണാണോ പെണ്ണാണോ ചോദിക്കാൻ പാടില്ല. അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. ആൺകുട്ടികൾക്കെന്ന് പറഞ്ഞ പ്രത്യേക കളിപ്പാട്ടങ്ങൾ ഇനി മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാൻ പാടില്ല. ഒക്കെയാണ് പുതിയ നിയമങ്ങൾ. എന്ന് പറഞ്ഞാൽ സ്പൈഡർമാന്റെ ചെറിയ കളിപ്പാട്ടമുണ്ട്, അതാണ് ആൺകുട്ടികൾക്ക് കൂടുതൽ പ്രിയം. അതൊന്നും ഇനി വിറ്റഴിക്കണ്ട. പെൺകുട്ടികൾക്ക് ചെറിയ ഡോള് പാവകളുണ്ടാവും, അതൊന്നും ഇനി വിറ്റഴിക്കപ്പെടണ്ട. ആണിനും പെണ്ണിനും ഇവർക്ക് രണ്ടുപേർക്കും പറ്റുന്ന തരത്തിലുള്ളതാകുന്ന മറ്റേതെങ്കിലും ഒരു കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ നപുംസകങ്ങളെ ഈ ലോകത്ത് ഒരുപാട് സമ്മാനിക്കുക. നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കണം. രാത്രിയിൽ കാറിലോ ഒക്കെ ഒന്ന് യാത്ര ചെയ്താൽ അറിയാം റോഡിൽ. ഞാൻ ഇന്നലെ എനിക്ക് വന്നുണ്ടായിരുന്നത് കടക്കലാണ്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ തുടക്കം. അവിടെ ഇന്നലെ രാത്രിയിൽ ഞാൻ ആ വാത് കഴിഞ്ഞ് ഏകദേശം 2 മണിയാകുമ്പോൾ ഞാൻ സഞ്ചരിച്ച് വരുമ്പോൾ കൊല്ലം ഭാഗത്തിലൂടെ വരുന്ന സമയത്ത് ആ റോഡിൽ തന്നെ ഇങ്ങനെ നിൽക്കാൻ, റോഡിൽ കൂടെ നടക്കുകയാണ്. ആര്? നേരത്തെ പറഞ്ഞ പോലെ ആണും പെണ്ണും കെട്ട വിഭാഗങ്ങൾ മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല റാഹത്തായിട്ട് റോഡിൽ കൂടെ നടക്കുക. ഒറ്റയ്ക്കൊറ്റയ്ക്ക്, ഒരാൾ 1 കിലോമീറ്റർ കാണാം, അടുത്തൊരു കിലോമീറ്റർ വേറൊരാളുണ്ട്. എന്താ പരിപാടി? രാത്രിയിൽ ചക്കന്മാരെ ചുള്ളന്മാരെ നോക്കി നടക്കാൻ. പാതിരാത്രി സമയം 2 മണിയായി, അപ്പോഴും ആളെ തപ്പിയെടുക്കുക. സുബഹിക്കുമ്പോൾ ആളെ അവർക്ക് കിട്ടും, കാരണം അതിനുള്ള കൗമ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കൗമിൽപ്പെട്ടവർ തന്നെ വണ്ടി ഓടിച്ച് വന്നിട്ട് ഓരോരുത്തർ വണ്ടിക്കകത്ത് കയറ്റി സുബഹിയാകുമ്പോൾ കൊണ്ടുവന്ന് ഇറക്കേണ്ട അടുത്ത് ഇറക്കും, കയ്യിലെ കാശും കൊടുക്കും. 500 രൂപ എടുത്താൽ മതി, കാര്യങ്ങൾ നടക്കും. ഇതാണ് ലോകം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് അറിയുന്നില്ല, കാരണം നമ്മൾ 8 മണിയാകുമ്പോഴേ അകത്ത് കയറി ഫുട്ബോൾ കളിയും കണ്ട് 11 മണി വരെ ഇരിക്കും. പിന്നെ ഒരു വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിൽ പോയി ഷെയർ ചാറ്റ് വഴി കറങ്ങി യൂട്യൂബിലും മുതലാളി എന്ന് കണ്ട് ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് 2 മണിയാകുമ്പോൾ കടന്ന് ഊർക്കം വലിച്ചങ്ങ് ഉറങ്ങും. ലോകം എന്താണെന്ന് അറിയുന്നില്ല, പുറത്തു നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല. ലോകത്തിങ്ങനെ ഇത് അശ്ലീലതകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈംഗികമാകുന്ന അരാജകത്വം ഈ ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് ലോകം എത്തിപ്പെടുന്നത്? ഭർത്താവിൽ സംതൃപ്തനല്ലാത്ത കാലഘട്ടം, സംതൃപ്തി അടയുന്നില്ല. എവിടെയാണ് സംഭവിച്ച വിള്ളൽ? നമ്മൾ ചിന്തിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മകടോ ഉദാഹരണം പഠിപ്പിച്ചതല്ലയോ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം ഒരു ആടിന്റെ മാംസം ഒരാൾ കൊണ്ടുവന്ന് നൽകുകയാണ്. ഒരാടിൻ്റെതാകുന്ന തുടഭാഗം ഞങ്ങൾക്ക് കിട്ടിയപ്പോ റസൂലുള്ള എന്റെ കയ്യിലേക്ക് നൽകിയിട്ട് പറഞ്ഞു, കുലിയ ആയിഷ, ആയിഷ നീ കഴിക്കണേ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലേ ഞാൻ കഴിക്കൂല റസൂലേ, തങ്ങൾ ആദ്യം കഴിക്കണം ഹബീബേ. 2 പേരും ദിവസങ്ങളായി പട്ടിണിയാണ്. 2 പേരും പട്ടിണിയാണ്. നബി തങ്ങൾ നിർബന്ധിച്ചു, ആയിഷ നീ കഴിക്കണം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ആ മാംസം നിർബന്ധം എടുത്തു വെച്ചുകൊണ്ട് ഒരു ചെറിയ കടി ഞാൻ കടിച്ചുപോയി. അന്നെനിക്ക് മാസമുറയുടെ സമയമാണ്, പീരീഡിന്റെ സമയമാണ്. അത് കഴിച്ചിട്ട് ഞാൻ തിരിച്ചു മുത്ത് നബിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയലഉഫാഹു അലാ മൗദിഇ ഫിയാ, ഞാൻ
എവിടെയാണ് വാ ചേർത്ത് വെച്ചത് അതേ സ്ഥലത്തേക്ക് തന്നെ മുത്തുനബി വാ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകരം കടിക്കുന്നത് കണ്ടപ്പോ ഫബകൈതു ബുകാഅൻ ശദീദാ, അതിശക്തമായി ഞാൻ കരഞ്ഞുപോയി. കരയുന്നത് കണ്ട എന്നെ വാരിപ്പുണർന്ന് മുത്തുനബി ചുംബിച്ചിട്ട് ചോദിക്കുകയാണ്, ആയിഷ എന്തിനാണ് നീ കരയുന്നത്? ആയിഷ മായുബകീകി ആയിഷതു, ആയിഷ നീ എന്തിനാണ് കരയുന്നത്? ഈ മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതത്തിൽ നിനക്ക് വല്ലാത്ത വിഷമം നേരിട്ടോ? പട്ടിണി കടന്നതിന്റെ കാരണത്താലാണോ നീ കരയുന്നത് ആയിഷ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല റസൂലേ, ഹുബ്ബുക ഫിയാ, തങ്ങൾക്ക് എന്നോടുള്ള മഹബ്ബത്ത് കണ്ടിട്ടാണ്, പാവപ്പെട്ട അബൂബക്കറിന്റെ മകളാകുന്ന ആയിഷയോടുള്ള ഇഷ്ടം കണ്ടിട്ടാണ് ഞാൻ കടിച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ വാവച്ച് കടിച്ചല്ലോ, അത് കണ്ടിട്ട് കരഞ്ഞു പോയതാണ് റസൂലേ എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ആദരവായ പ്രവാചകനുടനെ പറയുകയാ, ആയിഷ നീ അബൂബക്കറിന്റെ മകൾ എന്നതിലുപരി എന്റെ ഭാര്യയാണ് ആയിഷ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോടുള്ള കടമയാണ് നിർവഹിച്ചത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ അവർക്കിടയിലുള്ള സ്നേഹം നോക്കൂ. ഇന്നത്തെ തലമുറ ഇത് ചെയ്യോ? ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന കാലഘട്ടം മറന്നുപോയി. അങ്ങനെയില്ലല്ലോ. വാപ്പയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു നേരമെങ്കിലും കഴിക്കലുണ്ടോ? ഇല്ല. മകൻ ആദ്യം വന്ന് കഴിക്കുന്നു, മകൾ വരുന്നു, 5 മണിക്കൂർ അടച്ചിട്ട റൂമിൽ സാധനം വരിച്ചുകൊണ്ട് കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന മകൻ പിന്നെ 6ാമത്തെ മണിക്കൂർ ഇറങ്ങി വന്ന് അവൻ ഇഷ്ടമുള്ള സമയത്ത് കഴിച്ചിട്ട് പോകുന്നു. മകൾ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ലാപ്ടോപ്പായിട്ട് റൂമിൽ കയറിയിരിക്കാൻ. വാതിന് വരാത്ത എത്ര മക്കളുണ്ട് ഇപ്പൊ തന്നെ? ഈ സദസ്സിൽ തന്നെ +1 +2 ഒക്കെ പഠിക്കുന്ന മക്കൾ തന്നെ എത്ര പേര് വരാത്തുണ്ട്? 1000-ൽ പരം അംഗങ്ങളുള്ള മഹല്ലാണ്. എത്ര പേര് വന്നിട്ടുണ്ട്? നമുക്കൊക്കെ താല്പര്യം മറ്റെന്താണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പാപ്പയും ഉമ്മയും ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന ക്ലാസ്സിൽ പഠിക്കണം, +2 പഠിക്കാൻ, എനിക്ക് ഇന്നത് പഠിക്കാനുണ്ട്, ഇന്ന എക്സാം ഉണ്ട്, ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന മക്കൾ മോശമായ രീതിയിലേക്ക് മൊബൈൽ ഫോണിലൂടെ യാത്ര തുടരുകയാണ്. അനാവശ്യങ്ങൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലദാനി തസ്നിയാൻ, 2 കൈകൾക്ക് വ്യഭിചാരമുണ്ട്. സഅബ ഫസിനാഹുമാ അൽബത്സു, ഹറാമായ തലത്തിലേക്ക് നിന്ന കൈ കൊണ്ടുപോയി പിടിക്കലാണ് കൈയുടെ വ്യഭിചാരമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വരിജലാനി തസ്നിയാൻ, 2 കാലുകൾക്ക് വ്യഭിചാരമുണ്ട്. സഅബ ഫസിനാഹുമാ അൽഖുതാ, ഹറാമായ തലത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. മോശപ്പെട്ട സിനിമ കാണാനുള്ള യാത്രയാണ്, സീരിയൽ കാണാനുള്ള യാത്രയാണ്, അശ്ലീലമാക്കപ്പെട്ട സ്ഥലത്തേക്കുള്ളതാകുന്ന യാത്രയുള്ളയോ, അന്യ പുരുഷനെ കാണാൻ, അന്യ സ്ത്രീയെ കാണാൻ നിന്റെ കാൽ ചുവടുവെപ്പില്ലയോ, അത് മോശമാകുന്ന കാലിന്റെ വിചാരമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇത്രയേറെ ഹറാമുകൾ ഉണ്ടായിട്ടും ആ ഹറാമുകളിൽ നിന്നെല്ലാം സംശുദ്ധത വളർത്തിയതായ മകളാണ് എന്റെ മകളാകുന്ന ഫാത്തിമ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു. മൊയ്‌നൂൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ വാപ്പ പറയാൻ, എന്ത്, എന്റെ മകള് ഒരു ഹറാമും കാണാത്തവളാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ പറയിൻ. സാരകാരിയല്ല കേട്ടോ. ഒരു ഹദീസ് കേട്ടോ, നരകത്തിൽ കടക്കാത്ത 3 വിഭാഗം ആളുകളെ റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതാ കേട്ടോ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. قال رسول الله صلى الله عليه وسلم 3 أعين لا ترى أعينهم النار. 3
മൂന്ന് കണ്ണുകൾ നാളെ നരകം ദർശിക്കുകയില്ല സഹാബ, നരകത്തെ പുൽകുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഈ ദുനിയാവിൽ ഹറാം കാണാത്തതായ കണ്ണ് ഏതൊരു സഹോദരനുണ്ടോ സഹോദരിക്കുണ്ടോ, സിനിമ കാണാത്ത, സീരിയൽ ദർശിക്കാത്ത, മോശപ്പെട്ട ഫിലിമുകൾ കാണാത്തതായ ഏത് ചെറുപ്പക്കാരുണ്ടോ സഹോദരനുണ്ടോ, തീർച്ചയായും നരകീയ മോചനമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകീയ മോചനം നൽകപ്പെടുന്ന വിഭാഗത്തെ റസൂലുള്ളാഹി പറയാൻ അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആ മൂന്നാലൊരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണം, ഇല്ലെങ്കിൽ അദാബാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. അതിൽ ആദ്യമായി നബി തങ്ങൾ പറഞ്ഞതാണ് എന്ത്? കണ്ണുകളെ ഹറാമ കാണുന്നതിന് തൊട്ട് ചിമ്മുന്നവൻ. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. وَقُلْ لِلْمُؤْمِنِينَ يَغُضُّوا مِنْ أَبْصَارِهِمْ وَيَحْفَظُوا فُرُوجَهُمْ وَقُلْ لِلْمُؤْمِنَاتِ يَغْضُضْنَ مِنْ أَبْصَارِهِنَّ وَيَحْفَظْنَ فُرُوجَهُنَّ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ, അവിടുന്ന് മുസ്ലിം അംഗമാരോട്, സഹോദരിമാരോടും പുരുഷന്മാരോട് പറയണേ, ഹറാമ കാണുന്നതിനെ തൊട്ട് കണ്ണ് അടയ്ക്കണേ, ചിമ്മണേ. ജനനേന്ദ്രിയത്തെ, ലൈംഗിക അവയവത്തെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുകയും ചെയ്യണേ, ഈ സമൂഹത്തോട് പറയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കണ്ണ് സൂക്ഷിക്ക്, ജനനേന്ദ്രിയ അവയവം സൂക്ഷിക്ക്. അല്ലാഹു ഉറപ്പെടുത്താൻ. സൂക്ഷിച്ചാൽ എന്ത് കിട്ടും? തീർച്ചയായും നരകീയ മോചനം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഭാഗം, നരകത്തിൽ കടക്കാത്ത രണ്ടാമത്തെ വിഭാഗം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഐനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണ് ഏതൊരു സഹോദരനുണ്ടോ സഹോദരിക്കുണ്ടോ, തീർച്ചയായും നരകീയ മോചനമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഇരിക്കുന്ന സദസ്സിലുള്ള സഹോദര സഹോദരിമാർക്ക് പറയാൻ സാധിക്കുമോ, ഞാൻ ഒരുപാട് സദസ്സുകൾ അള്ളാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട്, അവന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ഞാൻ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. ഉസ്താദ് പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ട വാപ്പ, പറയാൻ സാധിക്കുമോ ഉമ്മ? ഇല്ല ഇല്ല. എന്നാൽ എത്രയോ രാത്രികൾ സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും ബ്ലൂ ഫിലിമുകൾ കണ്ടും അശ്ലീലമായ തലത്തിലേക്ക് നോക്കിക്കൊണ്ടും രാത്രിയുടെ യാമങ്ങളെ ഉറക്കമൊഴിച്ചവരല്ലേ, സുബഹി വരെ കാമുകന്മാരുമായി സംസാരം നടത്തിക്കൊണ്ട് നിലകൊണ്ടവളല്ലേ, നിഷിദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാ പിടിച്ചവളല്ലേ. ആദരവായ പ്രവാചകർ പറയുകയാണ്, നരകത്തിന്റെ മോചനം ലഭിക്കണോ, വഅൈനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണ് ഏതൊരു സഹോദരനുണ്ടോ സഹോദരിക്കുണ്ടോ, രാത്രിയിൽ നമസ്കരിച്ചവരുണ്ടോ, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിലകൊണ്ടവരുണ്ടോ, ഖുർആൻ ഖത്മ തീർത്തുകൊണ്ട് നിലകൊണ്ടവരുണ്ടോ, റക്അത്തുകളാകുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ ഇബാദത്തിൽ എടുത്തുകൊണ്ട് രാത്രിയെ ജീവസുറ്റതാക്കിയ ആളുകളുണ്ടോ, ദിക്ർ ചൊല്ലിയവരുണ്ടോ, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് രാത്രിയെ ഉറക്കമൊഴിച്ചവരുണ്ടോ, നരകീയ മോചനം ഉറപ്പാണ്, ഉറപ്പാണ്. നമുക്ക് 1-2 രാവ് പറയാനുണ്ടാവും. ഒന്ന് റമദാൻ 27 ഉണ്ടാവും. അത് തന്നെ പകുതി ഉറങ്ങിയില്ല, അങ്ങനെ നിൽക്കാൻ. ഒരു രാത്രി പോലും പൂർണ്ണമായി ഉറക്കമൊഴിച്ച അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചിട്ട് ഉറക്കമൊഴിച്ചതുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എന്താണ് നരകം? അള്ളാഹുവെ പടച്ചവനെ, എങ്കിലല്ലേ നരകത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ട് കാര്യമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉഖിദന്നാറു അൽഫസന, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 വർഷം കത്തിച്ചു അത്രേ.
മലക്കുകളോട് കൽപ്പിക്കുകയാണ്, നരകത്തെ ഉണ്ടാക്കാൻ കൽപ്പിക്കുകയാണ്. 1000 വർഷം നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. ഹത്താ ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു ദിവസമല്ല, 10 വർഷമല്ല, 1000 വർഷമാണ്, 1000 സംവത്സരമാ. നഊദു ബില്ലാഹ്. 1000 വർഷം കത്തിക്കപ്പെട്ട നരകം അതിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുത്തിട്ടും അല്ലാഹു കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിച്ചു അത്രേ. ഹത്തബിയല്ലത്ത്, ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സഹാബ. 2000 വർഷം കത്തിച്ചിട്ട് നരകത്തിന്റെ നിറം ചുവപ്പ് മാറി വെളുപ്പായിട്ട് പോലും അല്ലാഹു കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും നരകത്തെ കത്തിച്ചപ്പോ ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. വഹിയ സൗദാ ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുകറുത്തതാണ് സാബ, ഇരുൾ മുറ്റിയതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുവപ്പ് മാറി വെളുപ്പായി, വെളുപ്പ് മാറി കറുപ്പായി, കറുപ്പ് തന്നെ വല്ലാതെ കടുകറുപ്പായി. വഹിയ സൗദാഉൻ മുളിമാ, ഇരുൾ മുറ്റിയതാകുന്ന നരകമാണ് സാബ. ആ നരകത്തെ തൊട്ടുള്ള കാവൽ ലഭിക്കണോ ലഭിക്കണോ, ഈ ദുനിയാവിൽ ഹറാമ് കാണാത്ത കണ്ണാകണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ മോശമാകുന്ന തലത്തിലേക്ക് രാത്രിയെ കൊണ്ടുപോകാതെ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ? സുബഹി വരെ ടറഫുകളിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലേ? പൊട്ടപ്പുറത്തെ പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് മുഴങ്ങുന്നുണ്ട്, ഇശാഇന്റെ ബാങ്ക് വിളിക്കുന്നുണ്ട്, കളി നിർത്തുന്നില്ല. 1000 രൂപയും 2000 ഒക്കെ കൊടുത്ത് ദിവസങ്ങളോളം കളിതമാശകൾ ഏർപ്പെട്ടുകൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ സഹോദര, ഈ കളിക്ക് വേണ്ടിയല്ല അല്ലാഹു നിന്നെ പഠിച്ചിട്ടുള്ളത്. സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനായ യഹ്യാ നബി അലൈഹിസ്സലാമിനെ കൂട്ടുകാരെ കളിക്കാൻ വിളിക്കുകയാ. ഹയ്യാ ബിനാ നൽഅബ്, അല്ലയോ യഹ്യാ നമുക്കൊന്ന് കളിക്കാം, നമുക്കൊന്ന് കളിക്കാം, അസറിന് ശേഷം ഒന്ന് കളിക്കാമെന്ന് പറഞ്ഞ് കളിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുമ്പോ ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാം പറയുകയാ, മാലിൽ ലഅബി ഖുലുഖനാ, മാലിൽ ലഅബി ഖുലുഖനാ. ഈ ദുനിയാവിൽ കളിതമാശകൾക്ക് വേണ്ടിയല്ല അല്ലാഹു നമ്മെ പടച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്നവർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തവേ, കളിതമാശകൾക്ക് വേണ്ടി മാത്രമായി നമ്മുടെ സമയങ്ങളെ കൊന്നുകളയല്ലേ ചെറുപ്പക്കാരാ. ഇസ്ലാമിൽ കളികളുണ്ട്, റസൂലുള്ള കളിച്ചിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആദരവായ പ്രവാചകൻ മദീനയിൽ വെച്ചുകൊണ്ട് പറയുകയാ, ആയിഷ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തൊന്ന് ഓട്ട മത്സരം നടത്താം. ആദരവായ പ്രവാചകനാകുന്ന ഭർത്താവ് തന്റെ ഭാര്യയാകുന്ന ഉമ്മുൽ മുഅ്മിനീങ്ങളാകുന്ന മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമ്മയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ഓട്ട മത്സരം നടത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അന്യരാകുന്ന പരപുരുഷന്മാര് ദർശിക്കാതെ വീട്ടുവളപ്പിലുള്ള ഓട്ട മത്സരമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, പ്രവാചകനുമായി ഞങ്ങൾ ഓട്ട മത്സരം നടത്തി. അന്ന് മുത്തുനബി ജയിച്ചു. ഞാനൽപ്പം തടിച്ചവളായിരുന്നു, എനിക്കൽപ്പം തടി കൂടിയിട്ടുള്ള
സമയമാണ്. ഞാൻ മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, ഒരു കടം ഞാൻ വെച്ചിട്ടുണ്ട്, അടുത്ത മത്സരത്തിൽ ഞാൻ ജയിക്കും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രവാചകനെ വിളിക്കുകയാണ്, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. റസൂലുള്ളാഹിയും ആയിഷ ബീവിയും ഇതാ ഓടുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ അതിൽ വിജയിക്കുകയാണ്. സന്തോഷവതിയായി റസൂലുള്ളാഹിന്റെ മുന്നിൽ പുഞ്ചിരിയോടുകൂടി നിലകൊള്ളുകയാണ്. എത്ര വലിയ സന്തോഷത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ മകുട ഉദാഹരണമാണ്. പഠിക്കണേ, ഇസ്ലാമിൽ കളിതമാശകൾ അന്യമല്ല. പക്ഷേ കളിക്ക് വേണ്ടി മാത്രമായി ജീവിക്കരുതേ. രാവിലെ ടറഫ് തുറന്നിട്ട് പാതിരാത്രി സമയമായാലും അത് പൂട്ടാതെ മുൻകാലഘട്ടങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇബാദത്തെടുത്ത സജ്ജനങ്ങൾ രാത്രിയുടെ യാമങ്ങളെ ജീവസ്വത്തതാക്കിയതിന് പകരം ഇന്നത്തെ തലമുറ ഉറക്കമൊഴിച്ചുകൊണ്ട് ടറഫുകളിൽ കളിക്കുകയാണ്. പന്ത് കളിക്കുകയാണ്. പന്തുകളി കാണാൻ രാത്രിയെ ചെലവാക്കുകയാണ്. 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ പറയുമ്പോ ഉറക്കം വരുമെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരൻ പോലും 4 മണിക്ക് എഴുന്നേറ്റിരുന്നുകൊണ്ട് കളി കാണുകയാണ്. ഒരു പ്രശ്നം അവനില്ല, ശരീരത്തിന് ഉറക്കത്തിന് ക്ഷീണം അവനില്ല. മണിക്കൂറുകളോളം കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. നഊദു ബില്ലാഹ്, എത്ര വലിയ വിരോധാഭാസമാണ്. നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാതെ, മഗ്‌രിബും ഇശാവും ജമാഅത്ത് ശ്രദ്ധിക്കാതെ കളിതമാശയിൽ മാത്രമായി നിങ്ങൾ മുഴുകരുതേ. അത് അപകടമാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ ദുനിയാവ് പരിചയപ്പെടുത്തിയിട്ട് ലോകത്തിന്റെ നായകൻ ഖുർആൻ ഓതിയിട്ട് പറയുകയാ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ്. നിങ്ങളെ ചതിക്കും കേട്ടോ. ഈ ദുനിയാവിൽ നിങ്ങൾ താരങ്ങളുടെ കട്ടൗട്ടുകൾ അടിക്കടി ഉയർത്തിക്കൊണ്ട് വരുന്നില്ലയോ? എത്രയോ സമ്പാദ്യമാണ് നിങ്ങൾ ഹറാമായി ചെലവഴിക്കുന്നത്. ആഖിറത്തിൽ ഹിസാബിടുമെന്നുള്ള ചിന്തയില്ലേ? ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏത് വസ്തുവിനെ പറ്റിയും ഒരൊറ്റ ചോദ്യം മാത്രമേ ആഖിറത്തിലുള്ളൂ. എന്നാൽ സമ്പത്തിനെ പറ്റി അല്ലാഹു 2 ചോദ്യമാണ്. ലോകത്ത് സമ്പത്തല്ലാതെ മറ്റൊരു വസ്തുവിനെ പറ്റിയും 2 ചോദ്യമില്ല. സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. നിനക്ക് എവിടുന്നാണ് ആ സമ്പത്ത് കിട്ടിയത്, എവിടെയാണടാ നീ ചെലവഴിച്ചത് എന്ന് അല്ലാഹു നിന്നോട് ചോദിക്കുമ്പോ എന്ന മറുപടിയാണ് ചെറുപ്പക്കാരാ നീ പറയുന്നത്? 100-150 അടി ഉയരത്തിൽ റൊണാൾഡോയുടെ കട്ടൗട്ട് ഞാൻ വെച്ചതെന്നാണോ? മെസ്സിയുടെ കട്ടൗട്ട് വെച്ചെന്നാണോ? പോർച്ചുഗലിന്റെ നേതാക്കളെ നെഞ്ചിലേറ്റിയെന്നാണോ? നെയ്മറെ നെഞ്ചിലേറ്റിയ കഥയാണോ പറയാൻ പോകുന്നത്? എത്രയെത്ര സമ്പത്താണ് ഹറാമായ മേഖലകളിലേക്ക് ഈ മുത്തനബിയുടെ ഉമ്മത്താകുന്ന ഏറ്റവും ഉത്തമ സമുദായം ചെലവഴിച്ചു പോകുന്നത്. നഊദു ബില്ലാഹ്. കളിക്ക് കുമ്മനമുസ്താദ് എതിരല്ല, ദീനിൽ അടയാളപ്പെടുത്തിയത് തന്നെയാണ്. പക്ഷേ കളിതമാശകൾക്ക് വേണ്ടി മാത്രമായി ജീവിക്കരുതേ. കളിതമാശകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അത് പറ്റൂല. അസർ കഴിഞ്ഞ 1 മണിക്കൂർ കളിച്ചു, വിഷയമില്ല. അസറസ്കരിച്ചവനാണ്. അതിനുശേഷം 1 മണിക്കൂർ പന്ത് കളിച്ചു. കുട്ടികൾ കളിക്കുന്നില്ല, നമ്മുടെ മുത്താലിങ്ങൾ വരെ കളിക്കുമല്ലോ. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. കുട്ടികളെ പഠിപ്പിച്ചാക്കിയിട്ട് റൂമിനകത്ത് തന്നെ തളച്ചിടണ്ട. സിസിഫയും കൊടുത്ത്, കുഴിമന്തിയും കൊടുത്ത്, കിഴിപൊറാട്ടായും കൊടുത്ത് റൂമിൽ തന്നെ അടച്ചിടുക, അത് വേണ്ട. അല്പസ്വല്പമൊക്കെ അവൻ്റെ ശരീരത്തിൻ്റെ പിത്തം കുറയാൻ, കൊളസ്ട്രോൾ കുറയാൻ 1 മണിക്കൂറൊക്കെ പന്ത് കളിക്കട്ടെ, വിയർക്കട്ടെ, നല്ലതാണ്. പക്ഷെ മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ ടർഫ് ഒക്കെ ഓപ്പൺ ആക്കി സുബഹി ബാങ്ക് വരെ കളി, എന്നിട്ട് പിന്നെ പോയി കിടന്ന് ഓർക്കുക, അത് പറ്റൂല. അതിനെ എതിർക്കുമ്പോൾ നിങ്ങൾക്ക് നോവുന്നുണ്ടെങ്കിൽ നൊന്തോട്ടെ, അതിന് വിഷയമില്ല. ദീനിൻ്റെ വിഷയത്തിലാണ്, ഒരു കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രാത്രി മോനെ ഒരു 10 മിനിറ്റ് വാ ഖുർആൻ ഓതാം, വരുമോ? ഇല്ല. 1 മണിക്കൂർ വാ മോനെ വാത് കേൾക്കാൻ, വരുമോ? ഇല്ല. ഒന്നും വേണ്ട. പന്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് കളിക്കാം. 4 മണിക്കും 3 മണിക്കൊക്കെ അലാറം വെച്ച് എഴുന്നേക്കാണ്. ഇനി മുതൽ അങ്ങോട്ട് 1.5 വർഷം, ഇനി 1.5 മാസം എന്താ പരിപാടി? ഫുട്ബോൾ കളി കാണാൻ. അല്ലാഹ്,
2 മണിക്ക് ഉമ്മ ഖുർആൻ ഓതാൻ വേണ്ടി വിളിച്ചിട്ട് ഇന്നുവരെ എഴുന്നേക്കാത്തവൻ, 4:30 മണിക്ക് അലാറം കൊണ്ട് ചെവിട്ടി കൊണ്ടുവന്ന് അടിപ്പിച്ചിട്ട് എഴുന്നേക്കടാന്ന് വന്ന് ചൂരൽ വെച്ച് അടിച്ചിട്ടും എഴുന്നേക്കാത്തവൾ. എന്തിന്? അത്താഴം കഴിക്കാനേ. നോമ്പിന്റെ സമയത്ത് എഴുന്നേക്കാത്തവൻ. ഇതിന് നല്ല ഹയാത്ത്. ഉമ്മായോട് പറഞ്ഞു വെച്ചേക്കും, ഉമ്മ എന്നെ വിളിക്കണമെന്ന് 2 മണിക്ക്. ആലോചിച്ചു നോക്ക്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പൊ കളിതമാശകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, സമ്പത്ത് അതിനുവേണ്ടി തന്നെ ചെലവഴിക്കുക. ലക്ഷങ്ങൾ, 1-2 രൂപയൊന്നുമല്ല, ലക്ഷക്കണക്ക് രൂപ, കോടിക്കണക്ക് രൂപ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ 5 പൈസയില്ല. ഒരു 5000 രൂപ. ഇതിന് എത്ര വേണമെങ്കിലും കൊടുക്കാൻ. ഇതിന് സ്പോൺസർഷിപ്പായിട്ട് നിൽക്കുന്നവർ 10 കളിക്കാരെ മുന്നിൽ വിളിച്ച് പേര് പറയുമ്പോൾ വലിയ ഗരിമ വെക്കാൻ വേണ്ടി 50,000 രൂപ എൻ്റെ വക എന്നിരിക്കട്ടെ കൊടുക്കുന്ന ഹാജിയാക്കന്മാരില്ലേ, സൂക്ഷിച്ചോ, നാളെ ആഖിറത്തിലെ അദാബാൻ. അള്ളാഹു ആക്കുമാറാവട്ടെ. ദീനിന് ചോദിക്കുമ്പോൾ അള്ളാഹ് എൻ്റെ കയ്യിലില്ല, പള്ളിക്കുമില്ല, മദ്രസയ്ക്കുമില്ല, ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനില്ല, ബാക്കി എല്ലാത്തിനും പൈസ ഇഷ്ടം പോലെ ഉണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ 4 ചോദ്യങ്ങൾ ചോദിക്കുമേ. അതിന് വ്യക്തമായി മറുപടി കൊടുക്കാതെ അനങ്ങാൻ പറ്റൂല സ്വഹാബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതിൽപ്പെട്ടതാണ് അൻമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ. നീ എവിടെന്നാണടാ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയത്, എവിടെയാണടാ ചെലവാക്കിയത് എന്ന് അല്ലാഹു മലക്കുകൾ മുഖേന ചോദിക്കുമ്പോ മറുപടി കൊടുക്കാതെ വെച്ച കാല് അനക്കാൻ പറ്റൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തെറ്റ് ചെയ്തു പോയി മനുഷ്യനാണ്, ഇനെന്ത് ചെയ്യണം? തൗബ ചെയ്തോ. 3ാമത്തെ വ്യക്തി അവനാണ്, നരകീയ മോചനം കിട്ടുന്നത് അവനാണ്. ആര്? അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ് നിലകൊള്ളുന്നവൻ. ചെയ്തു പോയി, തെറ്റ് വന്നുപോയി, ഹറാമായ മേഖലയിൽ പൈസ ചെലവഴിച്ചു പോയി, നിസ്കാരം നിലനിർത്തിയില്ല, നോമ്പുകൾ നോറ്റുവീട്ടിയില്ല, പാപങ്ങളുടെ കണ്ണീരൊപ്പിയില്ല, പള്ളിക്ക് കൊടുത്തില്ല, മദ്രസയ്ക്ക് കൊടുത്തില്ല, ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുത്തില്ല, ഹറാമായ മേഖലകളിൽ ചെലവഴിച്ചു പോയി. ഇനി എന്ത് വേണം? ഇനി തൗബ ചെയ്തിട്ട് റബ്ബിലേക്ക് മടങ്ങി. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകം ദർശിക്കാത്തതായ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം, ആ നരകം ദർശിക്കാത്തതായ 3ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? വഅൈനുൻ ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദബാബ്. ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ? അല്ലാഹുവേ, തെറ്റ് വന്നുപോയി അല്ലാ, നീ പുറത്തു നൽകണേ അല്ലാ എന്ന് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ടോ? അവർക്ക് തീർച്ചയായും നരകീയ മോചനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നമത് തൗബതു അലല്ലാഹ് للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തൗബ സ്വീകരിക്കുന്ന വിഭാഗത്തെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. ഇന്നമ തൗബതു അലല്ലാഹ്
ഇന്നമ തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല. ഈ ദുനിയാവിൽ തെറ്റുകൾ അധികരിച്ചു പോയതായ ആളുകൾ, വിവരമില്ലാതെ അറിവില്ലായ്മ കൊണ്ട് ഈ ദുനിയാവിൽ തെറ്റ് ചെയ്തതായ ആളുകൾ, അവർ പടച്ച റബ്ബിലേക്ക് മരണത്തിന് മുമ്പ് തന്നെ തൗബ ചെയ്യുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയി അല്ലാഹുവേ, തെറ്റുകൾ വന്നുപോയി റബ്ബേ. തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്ന വിഭാഗമില്ലയോ? ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം. അല്ലാഹുവേ, ഞാൻ മോശമായ സിനിമ കണ്ടുപോയി, സീരിയൽ ദർശിച്ചു പോയി എന്റെ കാതുകൾ കൊണ്ട് ഹറാം കേട്ടുപോയി എന്റെ കൈകൾ ഹറാമിലേക്ക് പിടിച്ചുപോയി റബ്ബേ, എന്റെ കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് ഞാൻ നടന്നുപോയി എനിക്ക് തൗബ നീ നൽകണേ നാഥാ എന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരില്ലയോ? ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം. അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. തെറ്റുകൾ ചെയ്താൽ ഉടനെ പടച്ച റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന വിഭാഗം, അല്ലാഹുവേ, പടച്ച റബ്ബേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ എന്നാൽ ചില ആളുകളുണ്ട്, തെറ്റുകൾ വ്യാപൃതരായി മുന്നോട്ട് പോവുകയാണ്. അവൻ ഒരുമിച്ച് കൂട്ടിയെന്ന സമ്പാദ്യം ഹറാമാ, കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, കുടിക്കുന്ന കുടിനീര് ഹറാമാണ്, മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഹറാമാണ്. അവൻ ലോട്ടറി അടിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന നൂതനമാകുന്ന വഴികളിലൂടെ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമിക്കുന്നവനാ. ലഹരി കച്ചവടം നടത്തിയിട്ട് അതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കുന്നവനാണ്. ബാർ ഹോട്ടലുകളിൽ ഷെയർ ചേർന്നിട്ട് അതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കുന്നവനാണ്. ലക്ഷക്കണക്കിന് രൂപകൾ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കുന്നവനാ. അവൻ അല്ലാഹുവിലേക്ക് പൊട്ടിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് അവനിതാ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്ന സമയത്താണ്. വലൈസതി തൗബ ലില്ലദീന യഅമലൂന സയ്യിആത്ത്. ഈ ദുനിയാവിൽ സർവ്വ തെറ്റുകൾ വ്യാപൃതരായി നിലകൊള്ളുന്നതായ മനുഷ്യൻ, കള്ളു കുടിക്കുന്നവൻ, വ്യഭിചരിക്കുന്നവൻ, സിനിമ കാണുന്നവൻ, സീരിയൽ ദർശിക്കുന്നവൻ, രാത്രിയുടെ യാമങ്ങളിൽ ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരുന്ന ചെറുപ്പക്കാരനാ. ഏത് യാത്ര പോയാലും ഇയർബഡുകൾ വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ വരെ ജീവശുദ്ധരാക്കിയതായ വ്യക്തിയാണ്. ഒരു വാഴ് പോലും കേൾക്കുന്നില്ല. കേൾക്കുന്ന വാഴുകൾ മുഴുവനും ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ടവനാ. ഒരു ഇബാദത്തുകൾ പോലും കണിശതയില്ല. അന്യ സ്ത്രീകളുമായി, അന്യ പുരുഷനുമായി ബന്ധം പുലർത്തിക്കൊണ്ട് നിലകൊണ്ട സ്ത്രീ പുരുഷന്മാരാണ് മോശപ്പെട്ട തരത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവരാ. അവരിതാ തൗബ ചെയ്യുന്നത് ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്ന സമയത്ത് അവർ റബ്ബിനോട് പറയുകയാണ്, ഇന്നി തുബ്തുൽ ആൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞാനിതാ തൗബ ചെയ്യുന്നു അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോഴുള്ള ആ സമയത്തെ തൗബയില്ലേ, വലൈസതി തൗബ, അവന്റെ തൗബ അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. ആ സമയത്തുള്ള തൗബ അല്ലാഹു സ്വീകരിക്കില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ആ സമയത്ത് അവൻ വിളിച്ചു പറയും, റബ്ബേ, എന്നെയൊന്ന് മടക്കണേ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അടുത്ത ഒരു അവധി വരെ, ഒരു 10 ദിവസം വേണ്ട, ഒരു 10 മിനിറ്റ് എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കുമോ ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. രാമന്തള്ളിയിൽ എന്റെ മക്കാമിന്റെ പരിസരത്ത് നടന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക്, ഹിഫ്ളിന് പഠിക്കുന്ന മക്കൾക്ക് ഞാനൊരു സഹായം നൽകിയിട്ട് വരാം ഫഅസ്സദ്ദഖ, ഞാനൊരു സദഖ കൊടുക്കാം തൊണ്ടക്കുഴി
റുക്കൂയിലേക്ക് റൂഹത്ത് നിൽക്കുന്നവൻ പിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പടച്ചറബിനോട് പറയുന്ന ഡയലോഗ് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നു, എന്നെ ദുനിയാവിലേക്ക് മടക്ക്, ഞാനൊന്ന് നിസ്കരിച്ചിട്ട് വരാമെന്നല്ല പറയുന്നത്, ഞാനൊന്ന് നോമ്പ് നോറ്റിട്ട് വരാമെന്നല്ല പറയുന്നത്. അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഞാനൊരു സദഖ കൊടുത്തിട്ട് വരാം അല്ലാ. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ വീഴ്ച വരുത്തിയത് സദഖയുടെ വിഷയത്തിലാണ്. അല്ലാഹ് നൽകിയ സമ്പാദ്യമാണെന്ന് മറന്നുകൊണ്ട് ദുനിയാവിൽ അഹന്ത വെച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്. അതുകൊണ്ട് എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കും അല്ലാ, ഞാനൊരു സദഖ നൽകിയിട്ട് വരാമെന്ന് പറയുമ്പോ മലക്കുകൾ മുഖേന അല്ലാഹു പറയും, കല്ലാ, വേണ്ടടാ വേണ്ടടാ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവന്റെ അടവാണ്, അതവന്റെ സ്ഥിരവർത്തമാനമാണ്, കേവലം ഒരു വാക്ക് മാത്രമാണ്. ദുനിയാവിൽ എത്ര വർഷം കൊടുത്താലും അവൻ നന്നാവുകയില്ല, സദഖ ചെയ്യില്ല. അതുകൊണ്ട് ആത്മാവിനെ പിടിച്ചോ മലക്കുകളെ എന്ന് അല്ലാഹു പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മുടെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. അതുകൊണ്ട് അവിടെ വെച്ച് ഖേദിക്കാതിരിക്കാൻ അള്ളാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ദീനിന് വേണ്ടി കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 20 കുട്ടികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. ആ കുട്ടികൾക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് വേണ്ടത് 48,000 രൂപയാണ്. ഒരു വർഷത്തേക്ക്. ഒരു വർഷം ഒറ്റയടിക്കല്ല കൊടുക്കേണ്ടത്, ഘട്ടം ഘട്ടമായിട്ട് കൊടുത്താൽ മതി. നമ്മുടെ നാട്ടുകാരാണ്. ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്ന വ്യക്തികളാരാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. മാഷാ അല്ലാഹ്. പേര് പറഞ്ഞു ഒന്നിലൊക്കെ ഇവിടെ നിൽക്ക് ബാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു 10 പേരെ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കിട്ടണം, ഓരോ കുട്ടിയെ കേൾക്കുന്ന ഇൻഷാ അല്ലാഹ്. നല്ല സ്വാലിഹീങ്ങളായ ആളുകൾ, സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ട്, ഭർത്താക്കന്മാര് ഗൾഫിലൊക്കെ ഉള്ള നല്ല റാഹത്തുള്ള ആളുകൾ. 20 കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മഹല്ലത്തിൽ കുറവാണ്, പോരാ. ഇതിനേക്കാൾ വിപുലീകരിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പേര് പറയും, പേര് പറ അദ്ദേഹത്തിന്. കൊള്ളാം. അവിടെ വരെ പോയി ഇവരുടെ മുഖം പോയി കണ്ടിട്ട് ഇങ്ങ് പോകുന്നു. അദ്ദേഹം പറയാം അള്ളാഹു സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. CA മുഹമ്മദ് കുഞ്ഞ് ആണോ? ഒരു കുട്ടിയെ മാഷാ അല്ലാഹ് ഖുലൂ തക്ബീർ അല്ല ചോദിക്കുമ്പോ തന്നെ ആദ്യം തന്നെ പറയാണ്, അങ്ങനെ പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സലാത്ത് ബാലഗൽ മുദാഹു ഫി ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും യശാറ മാഉ തീബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹ് പള്ളിക്കാട്ടിക്ക് പറഞ്ഞ പോലെ ആരും അനങ്ങുന്നില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം അറിയാൻ മേലെ ഉറക്കെ ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹു. നല്ല അനുസരണം. ഇതൊക്കെ ലൈവ് കേട്ടോണ്ടിരിക്കുക ലോകം മുഴുവൻ അറിയട്ടെ. രാമന്തള്ളി, കണ്ണൂര്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം മേലെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞാനും